നമസ്കാരം. പീസ് മെഡിക്കൽ സെന്ററിൽ നിന്ന് ആ കാറ് മുന്നോട്ട് നീങ്ങുമ്പോൾ ഡസ്റ്റിൻ റൈസ് വ്യക്തമായും ആ കാറിലുള്ള ആളുകളെ കണ്ടു. അത് മാറ്റ് ലാനിയും അവന്റെ പിതാവ് ഫിലിപ്പ് ലാനിയുമാണ്. ഒരു വല്ലാത്ത മുഖഭാവമാണ് ആ സമയത്ത് ആ രണ്ടുപേർക്കും ഉള്ളത്. ഡസ്റ്റിനെ എന്നിട്ട് കളിയാക്കി ചിരിക്കുമ്പോഴുള്ള ഒരു മുഖഭാവം. ഡസ്റ്റിന്റെ കണ്ണിൽ നിന്ന് ആ കാറ് മറഞ്ഞതും പെട്ടെന്ന് ഡസ്റ്റിന്റെ ഫോൺ റിങ് ചെയ്തു. ഒരു അപരിചിത നമ്പറാണ്. ഡസ്റ്റിൻ ഫോൺ എടുത്തു. ഫോണിൽ മാറ്റ് ലാനിയാണ്. ഹലോ മിസ്റ്റർ ഡസ്റ്റിൻ, ഞാൻ മാറ്റ് ലാനി. പെട്ടെന്ന് മാറ്റ് ലാനിയുടെ ആ ഇൻട്രൊഡക്ഷൻ കേട്ടതും ഡസ്റ്റിൻ മാറ്റ് ലാനിയോട് ചോദിച്ചു, നീയാണോ ഇവിടെ ഇതൊക്കെ ചെയ്തത്? നിനക്ക് മനസ്സിലായല്ലേ? ഡസ്റ്റിന്റെ ചോദ്യത്തിന് അങ്ങനെ ഒരു ഉത്തരമാണ് മാറ്റ് ലാനി പറഞ്ഞത്. ഇടാ, നീ എന്റെ കളികൾ കാണാൻ പോകുന്നതേ ഉള്ളൂ. നിനക്ക് കുറച്ച് രക്തവും ചത്ത പൂച്ചയും പട്ടിയൊക്കെ കണ്ടപ്പോ ഒരു ഭയം തോന്നിയല്ലേ? നീ ഭയക്കേണ്ടിയിരിക്കുന്നു ഡസ്റ്റിൻ, നീ ഭയക്കേണ്ടിയിരിക്കുന്നു. നീ ആരോടാ കളിച്ചതെന്ന് നിനക്ക് അറിയില്ല. ആ പിന്നെ ഒരു കാര്യം കൂടി ഞാൻ നിന്നോട് പറയാം. നിന്നെ മാത്രമല്ല ഞാൻ നോട്ടമിടുന്നത്, നിന്റെ ആ മുൻ ഭാര്യ ഉണ്ടല്ലോ ഡാലിയ, അവളും എന്റെ വലയിൽ വീഴും. പിന്നെ നിനക്ക് ഒരു കാര്യം ഞാൻ ചെയ്തു തരാം. ഞാനും അവളും തമ്മിൽ ഹോട്ടലിലെ ഏതെങ്കിലും മുറിയിൽ കൂടുമ്പോ അതിന്റെ വീഡിയോ ഞാൻ എടുക്കും. ആ വീഡിയോ ഞാൻ നിനക്ക് അയച്ചു തരാം. നിനക്ക് കണ്ട് രസിക്കാമല്ലോ എങ്ങനെയാണ് നിന്റെ ഭാര്യ എന്നോട് ഇടപഴകുന്നതെന്ന്. മാറ്റ് ലാനി ആ വാചകം പറയുമ്പോൾ അവന്റെ അടുത്തിരിക്കുന്ന അവന്റെ അച്ഛൻ ഫിലിപ്പ് ലാനി പൊട്ടിച്ചിരിക്കുന്നത് ഫോണിലൂടെ ഡസ്റ്റിന് കേൾക്കാം. തികഞ്ഞ രണ്ട് സൈക്കോപാത്തുകൾ. ആ ചിന്തയാണ്, ആ പൊട്ടിച്ചിരിയും മാറ്റ് ലാനിയുടെ വാചകവും കേട്ടപ്പോ ഡസ്റ്റിന് മനസ്സിലേക്ക് വന്നത്. ഡസ്റ്റിൻ ഫോൺ കട്ട് ചെയ്തു. ഫോൺ കട്ട് ചെയ്ത ഡസ്റ്റിൻ അല്പസമയം കഴിഞ്ഞ് ആ ഫോണിൽ നിന്ന് ഒരാളെ വിളിച്ചു. അയാളോട് അല്പനേരം സംസാരിച്ചതിന് ശേഷം ഡസ്റ്റിൻ കാറ്റ്ലിനോട് പറഞ്ഞു, നമുക്ക് ഇവിടെ വൃത്തിയാക്കാം. ഡസ്റ്റിനും കാറ്റ്ലിനും കൂടി ആ പീസ് മെഡിക്കൽ സെന്ററിന്റെ വാതിൽ മുതൽ റോഡ് വരെയുള്ള ഭാഗം ഒത്തിരി ബുദ്ധിമുട്ടിയാണ് വൃത്തിയാക്കിയത്. മാറ്റും അവന്റെ പിതാവും കൂടി ഒരു പട്ടിയെ കൊന്ന് ആ ചോര ആ വഴി മുഴുവൻ ഒഴിച്ചിരിക്കുകയാണ്. മണ്ണിലും ടൈൽസിലുമൊക്കെ ആ ചോര ആയതുകൊണ്ട് തന്നെ ശരിക്കും ബുദ്ധിമുട്ടിയാണ് കാറ്റ്ലിനും ഡസ്റ്റിനും കൂടി അവിടെയൊക്കെ വൃത്തിയാക്കിയത്. പീസ് മെഡിക്കൽ സെന്ററും അതിന്റെ പരിസരമൊക്കെ വൃത്തിയാക്കി ഭക്ഷണം ഉണ്ടാക്കി. ഭക്ഷണം കഴിച്ചതിന് ശേഷം ഡസ്റ്റിൻ വിശ്രമിക്കുമ്പോഴാണ് നടാഷ ഹാർമൺ ഡസ്റ്റിന് അടുത്തേക്ക് വന്നത്. അപ്പോ സമയം ഏകദേശം സന്ധ്യയാകാറായി. ഡസ്റ്റിനും ഒന്നിച്ച് പുറത്തേക്കൊന്ന് പോയി കറങ്ങാം, ആ ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് നടാഷ ഡസ്റ്റിന് അടുത്തേക്ക് വന്നത്. നടാഷ വന്നപ്പോ ഡസ്റ്റിനും സന്തോഷമായി. ഡസ്റ്റിനും നടാഷയും കൂടി ആ പീസ് മെഡിക്കൽ സെന്ററിൽ നിന്ന് പുറത്തു വന്ന് നടാഷയുടെ ആ വെളുത്ത ബെന്റ്ലി കാറിൽ കയറി പതുക്കെ മൂവ് ചെയ്യുമ്പോൾ പീസ് മെഡിക്കൽ സെന്ററിലെ ഗേറ്റിൽ നിന്ന് ഏകദേശം ഒരു 20 മീറ്റർ പുറകോട്ട് മാറി ഒരു കറുത്ത മെഴ്സിഡസ് കാർ നിൽക്കുകയാണ്. ആ കാറ് ആ ഭാഗത്ത് എത്തിയപ്പോഴാണ് നടാഷയും ഡസ്റ്റിനും കൂടി കാറിൽ കയറുന്നത് ആ കാറിലിരിക്കുന്ന ആളെ കണ്ടത്. കാറിലിരിക്കുന്നത് മറ്റാരുമല്ല, സാക്ഷാൽ ഡാലിയ നിക്കോൾസൺ ആണ്. ഡാലിയ അന്ന് പകൽ മുഴുവൻ ഓഫീസിലായിരിക്കുമ്പോൾ ഡസ്റ്റിനെ കുറിച്ചാണ് ആലോചിച്ചുകൊണ്ടിരുന്നത്. അവളുടെ ഗ്രാൻഡ് പ ഇടപെട്ടാണ് ഡസ്റ്റിനും അവളും തമ്മിലുള്ള വിവാഹം നടന്നത്. വിവാഹം നടക്കുന്ന സമയത്ത് സ്വിൻഡനിലെ നിക്കോൾസൺ കുടുംബം അത്ര പ്രസിദ്ധിയുള്ള കുടുംബമൊന്നും ആയിരുന്നില്ല. സാമ്പത്തികമായി വലിയ മുന്നോക്കമായിരുന്നുമില്ല. ഡസ്റ്റിനെ അവൾ വിവാഹം കഴിച്ചതിന് ശേഷമാണ് അവൾ യഥാർത്ഥത്തിൽ ആ കമ്പനിയുടെ ഭാഗമാകുന്നതും കമ്പനി ബിൽഡ് ചെയ്യുന്നതും. അന്ന് മുതൽ അവളുടെ ജീവിതത്തിന്റെ ഭാഗമായിരുന്നു ഡസ്റ്റിൻ റൈസ്. ഡസ്റ്റിനെ ഇല്ലാത്ത ഒരു ദിവസം പോലും അവളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. ഡസ്റ്റിനെ ഇപ്പോ അവൾ ശരിക്കും മിസ് ചെയ്യുകയാണ്. ഡസ്റ്റിനോട് വഴക്കുണ്ടാക്കി, ഡസ്റ്റിനോട് അടിയുണ്ടാക്കി, ഡസ്റ്റിനോട് തർക്കിച്ച്, ഡസ്റ്റിൻ പറയുന്ന കാര്യങ്ങൾക്ക് എതിർവാദങ്ങൾ പറഞ്ഞ് ഒക്കെയാണ് അവൾ അവളുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയിരുന്നത്. അതൊക്കെ മിസ്സായിരിക്കുകയാണ്. അതിനും അപ്പുറത്തേക്ക് മറ്റെന്തൊക്കെയോ മിസ്സായ ഒരു ഫീല് ഡാലിക്കുണ്ട്. ആ ഫീല് കൂടി വന്നപ്പോൾ അവൾ ഒരു കാര്യം കൂടി മനസ്സിലാക്കി. എപ്പോഴൊക്കെ അവൾ ഡസ്റ്റിനോട് അടുപ്പം ഉണ്ടാക്കാൻ ശ്രമിച്ചു അപ്പോഴെല്ലാം അവളെ അതിൽ നിന്ന് തടഞ്ഞത് ഫ്ലോറൻസും അവളുടെ സഹോദരൻ ജെയിംസുമാണ്. നിക്കോൾസൺ കുടുംബത്തിലേക്ക് ഡസ്റ്റിൻ കടന്നു വന്നപ്പോൾ അവർക്കാർക്കും എതിർപ്പുണ്ടായിരുന്നില്ല. നിക്കോൾസൺ കുടുംബം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഒന്ന് ഉയർന്നു തുടങ്ങിയപ്പോഴാണ് ഡസ്റ്റിൻ അവർക്ക് പറ്റിയ മരുമകനും ബ്രദറിലായൊന്നും അല്ല എന്ന് ഫ്ലോറൻസിനും ജെയിംസിനും ഒക്കെ തോന്നുന്നത്. അതുകൊണ്ട് തന്നെ ഓരോ സന്ദർഭത്തിലും ഡസ്റ്റിനെ അപമാനിക്കാനും കളിയാക്കാനും ഒറ്റപ്പെടുത്താനും ഫ്ലോറൻസും ജെയിംസും ശ്രമിക്കുമ്പോൾ ഡസ്റ്റിന് ഒപ്പം നിൽക്കാൻ ആ സമയത്തൊന്നും ഡാലിക്ക് പറ്റിയിട്ടില്ല. ഡാലിയ നിശബ്ദയാകുകയോ ഡസ്റ്റിനോട് മിണ്ടാതിരിക്കാൻ പറയുകയാണ് സാധാരണ ഡാലി ചെയ്യാറുള്ളത്. ആ കാര്യങ്ങളൊക്കെ ഒരു ചലച്ചിത്രം പോലെ ആ പകൽ ഡാലിയുടെ മനസ്സിലൂടെ ഇങ്ങനെ വരികയാണ്. ഒരിക്കൽ പോലും താൻ ഡസ്റ്റിൻ റൈസിന് ഒപ്പം നിന്നിട്ടില്ല. പക്ഷെ എല്ലായ്പ്പോഴും ഡസ്റ്റിൻ അവൾക്കൊപ്പമേ നിന്നിട്ടുള്ളൂ. അവൾ കഴിഞ്ഞിട്ടേ ഡസ്റ്റിന് വേറൊന്നും ഉണ്ടായിരുന്നുള്ളൂ. ഡാലിയ നിക്കോൾസിനെ സംബന്ധിച്ചിടത്തോളം ഡസ്റ്റിൻ റൈസ് ഇപ്പോ എന്തൊക്കെ ആണെന്നുള്ള ഒരു ഫീലാണ് ഉണ്ടാകുന്നത്.
നഷ്ടപ്പെട്ടിരിക്കുന്നത് അവളുടെ തന്നെ ജീവന്റെ ഭാഗമായ എന്തോ ആണെന്നൊരു തോന്നൽ അവൾക്കുണ്ടായപ്പോഴാണ് വൈകുന്നേരം അവൾ അവളുടെ കമ്പനിയിൽ നിന്ന് നേരെ പീസ് മെഡിക്കൽ സെന്ററിലേക്ക് വന്നത്. ഡസ്സിനെ കണ്ട് മാപ്പ് പറഞ്ഞ് ഡസ്സിനെ കൂടെ കൂട്ടണം, ആ ലക്ഷ്യത്തോടു കൂടിയാണ് അവൾ അവളുടെ കാറിൽ പീസ് മെഡിക്കൽ സെന്ററിന്റെ അടുത്തേക്ക് വന്നത്. അവിടെ ഡാലിയുടെ കാർ എത്തുമ്പോൾ നടാഷയുടെ കാർ അവിടെ കിടക്കുന്നത് അവൾ കണ്ടു. അതുകൊണ്ടാണ് അവൾ കാർ നിർത്തിയത്. അറിയാതെ ഡാലിയെ കാർ നിർത്തിപ്പോയതാണ്. ആ സമയത്ത് അവൾ ആ കാഴ്ച കൂടി കണ്ടു. നടാഷ ഹാർമണും ഡസൻ റേയസും പീസ് മെഡിക്കൽ സെന്ററിൽ നിന്ന് പുറത്തേക്ക് വരുന്നത്. അവർ രണ്ടുപേരും ചിരിച്ചുകൊണ്ട് കാറിൽ കയറുന്നത് കൂടി കണ്ടപ്പോൾ ഡാലിയ ആകെ പെട്ടതുപോലെയായി. എന്ത് ചെയ്യണമെന്നറിയാതെ ഡാലിയ കാറിലെ ആ ഡ്രൈവിംഗ് സീറ്റിൽ ചാരി അങ്ങനെ ഇരിക്കുകയാണ്. പീസ് മെഡിക്കൽ സെന്ററിൽ നിന്ന് നടാഷ ഹാർമണും ഡസൻ റേയസും എത്തിയത് സാക്ഷാൽ ബിഗ് ബ്രൂക്സിന്റെ സ്വിൻഡനിലെ വസതിയിലാണ്. തലേദിവസം ശരിക്കൊരു ഷോക്കാണ് ഡസ്റ്റിൻ ബിഗ് ബ്രൂക്സിന് കൊടുത്തത്. അയാളുടെ ഭാര്യയുടെ അസുഖത്തെക്കുറിച്ചും ബിഗ് ബ്രൂക്സിന്റെ ബലഹീനതയെക്കുറിച്ചും ഒക്കെ ഡസ്റ്റിൻ പബ്ലിക്കായി പറഞ്ഞത് ബിഗ് ബ്രൂക്സിനെ ശരിക്കും വിഷമിപ്പിച്ച് കാണുമെന്ന് നടാഷയ്ക്ക് അറിയാവുന്നതുകൊണ്ടാണ് നടാഷ ഡസ്റ്റിനുമായി ബിഗ് ബ്രൂക്സിന്റെ വീട്ടിലെത്തിയത്. ഡസ്റ്റിനെയും നടാഷയും കണ്ടപ്പോൾ ബ്രൂക്സിന് ശരിക്കും സന്തോഷം. ബ്രൂക്സിന് ശരിക്കും ഒരു ആത്മവിശ്വാസം ഇപ്പോൾ ഉണ്ടായിട്ടുണ്ട്. നല്ലൊരു ഫീല് ബ്രൂക്സിന് അനുഭവപ്പെടുന്നുണ്ട്. ബ്രൂസ് തന്റെ അവസ്ഥയെക്കുറിച്ച് ഡസ്റ്റിനോട് സംസാരിച്ചുകൊണ്ട് ഡസ്റ്റിൻ നടാഷ ഒന്നിച്ച് ആ പൂന്തോട്ടത്തിലൂടെ നടക്കുകയാണ്. വളരെ മനോഹരമായ ഒരു ഗാർഡനാണ് ബിഗ് ബ്രൂക്സിന്റെ ആ വസതിയിൽ ഒരുക്കിയിരിക്കുന്നത്. ശരിക്കും അപൂർവങ്ങളായ ഒത്തിരിയേറെ പൂക്കൾ ആ പൂന്തോട്ടത്തിലുണ്ട്. വളരെ ഭംഗിയായിട്ട് തന്നെ അത് പരിപാലിക്കുന്നുണ്ട്. ആ പൂക്കൾക്കിടയിലൂടെ പല കാര്യങ്ങളും പറഞ്ഞ് അവരങ്ങനെ നടക്കുമ്പോൾ ഒരു പരിചാരകൻ ബ്രൂക്സിനടുത്തേക്ക് വന്ന് അതിഥികൾ എത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞു. ആരാ അതിഥികൾ? സർ, മിസ്റ്റർ ഫിലിപ്പ് ലാനിയും അദ്ദേഹത്തിന്റെ മകൻ മാറ്റ് ലാനിയുമാണ് എത്തിയിരിക്കുന്നത്. മിൽസ്ബർഗിലും സ്വിൻഡനിലും വേരുകളുള്ള ലാനി കുടുംബത്തിന്റെ ഫിലിപ്പ് ലാനിയാണ് അയാളുടെ മകനും ഒന്നിച്ച് എത്തിയിരിക്കുന്നത്. ആ വിവരം കേട്ടതും ഡസ്റ്റിൻ ബ്രൂക്സിനോട് ചോദിച്ചു, മാറ്റ് ലാനിയോ? അദ്ദേഹം എന്തിനാ വന്നേ? മാറ്റ് ലാനിയെ കുറിച്ച് ഡസ്റ്റിൻ ചോദിച്ചപ്പോ ബ്രൂക്സ് ഡസ്റ്റിനോട് ചോദിച്ചു, മാറ്റ് ലാനിയെ അറിയൂ? ബ്രൂക്സിന്റെ ആ ചോദ്യത്തിന് ഡസൻ റൈസ് മാറ്റ് ലാനിയുമായി ഇതുവരെ ഉണ്ടായ അനുഭവങ്ങളൊക്കെ പങ്കുവച്ചു. ഡസൻ റൈസും നടാഷ ഹാർമണും ബ്രൂക്സിനോട് മാറ്റ് ലാനിയെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ബ്രൂക്സിന്റെ ആ വസതിയിലെ സ്വീകരണ മുറിയിൽ ഫിലിപ്പ് ലാനിയും മാറ്റ് ലാനിയും തമ്മിൽ സംസാരിക്കുകയാണ്. അവർക്ക് പരിചാരകൻ ചായ സപ്ലൈ ചെയ്തിട്ടുണ്ട്. ചായ കുടിച്ചുകൊണ്ട് രണ്ടുപേരും ശരിക്കും കാര്യമായി സംസാരിക്കുകയാണ്. അച്ഛാ, ഇദ്ദേഹം നമ്മളെ സഹായിക്കൂ. ഏയ് മാറ്റ്, ഞാനും ബ്രൂക്സും തമ്മിൽ നല്ല അടുപ്പത്തിലാണ്. അനവധി തവണ ഞാൻ ഇദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് സഹായം തേടിയിട്ടുണ്ട്. ലാനി കുടുംബം ഒരു കാര്യം ആവശ്യപ്പെടുമ്പോൾ തള്ളിക്കളയാൻ മിസ്റ്റർ ബ്രൂക്സിന് പറ്റില്ല. അവർ രണ്ടുപേരും കൂടി അവിടെ വന്നിരിക്കുന്നത് മിസ്റ്റർ ബ്രൂക്സിന്റെ കയ്യിൽ നിന്ന് കുറച്ച് പണം കടം വാങ്ങിക്കാനാണ്. അതിനിടയായത് അന്ന് പകലുണ്ടായ ചില സംഭവങ്ങളാണ്. രാവിലെ 11 മണിയോടുകൂടിയാണ് ഫിലിപ്പ് ലാനി ഈ സംഭവവുമായി ബന്ധിപ്പിച്ച ആദ്യത്തെ വാർത്ത കേൾക്കുന്നത്. അദ്ദേഹത്തിന്റെ ഷോപ്പിംഗ് മാളിലേക്ക് സാധനങ്ങൾ ക്രെഡിറ്റിന് കൊടുക്കുന്ന ഒരു ഏജൻസി പണം രൊക്കം കൊടുത്താലേ സാധനം കൊടുക്കൂന്ന് പറഞ്ഞതാണ് ആദ്യത്തെ ഇൻസിഡന്റ്. മാളിലേക്ക് സാധാരണഗതിയിൽ ക്രെഡിറ്റിനാണ് സാധനങ്ങൾ സപ്ലൈ ചെയ്യുന്നത്. പക്ഷേ പെട്ടെന്ന് ക്രെഡിറ്റിന് സാധനം സപ്ലൈ ചെയ്തുകൊണ്ടിരുന്ന ആള് അതുവരെയുള്ള പണം കൊടുത്തു തീർക്കണമെന്നും ഇനി സാധനം ഇറക്കണമെങ്കിൽ രൊക്കം കാശ് കൊടുക്കണമെന്നൊക്കെ പറഞ്ഞപ്പോൾ മാറ്റ് ആ വിവരം ഫിലിപ്പിന് റിപ്പോർട്ട് ചെയ്തതാണ്. ഫിലിപ്പും മാറ്റും പെട്ടെന്ന് എന്തുകൊണ്ട് ആ സപ്ലയർ അങ്ങനെ മാറി ചിന്തിച്ചതെന്ന് ആലോചിക്കുമ്പോഴേക്കും അടുത്ത വാർത്ത വന്നു തുടങ്ങി. അവരുടെ മറ്റൊരു സ്ഥലത്ത് കൺസ്ട്രക്ഷൻ സൈറ്റാണ്. അവിടെ സാധനങ്ങൾ ക്രെഡിറ്റിന് സപ്ലൈ ചെയ്യുന്ന ആള് നേരത്തെ ആ മാളിൽ ആള് പറഞ്ഞ അതേ വാചകമാണ് അവരോട് പറഞ്ഞത്. അതുവരെ എടുത്ത സാധനങ്ങളുടെ വില കൊടുത്തിട്ട് പുതിയ സാധനങ്ങൾക്ക് രൊക്കം കാശ് കൊടുത്താലേ സാധനം സപ്ലൈ ചെയ്യും. രൊക്കം കാശ് കൊടുക്കാൻ പറ്റാതെ വന്നപ്പോൾ സ്വാഭാവികമായിട്ടും കൺസ്ട്രക്ഷൻ സൈറ്റിലെ പണി മുടങ്ങിയായിരുന്നു. പെട്ടെന്ന് ലാനി കുടുംബത്തിന്റെ പല ബിസിനസ് സംരംഭങ്ങളിലും ഈ സംഭവം ആവർത്തിക്കുകയാണ്. ഏത് ഉൽപ്പന്നമാണെങ്കിലും സേവനമാണെങ്കിലും ഒരുപാട് ക്യാഷ് ഫ്ലോ ആവശ്യമുള്ള ഒരു മെക്കാനിസമാണ്. ലാനി കുടുംബത്തിലേക്ക് കാശ് വരുന്ന മാർഗങ്ങളൊക്കെ പെട്ടെന്ന് അടഞ്ഞു. വൈകുന്നേരം 6 മണിയാകാറായപ്പോൾ ശരിക്കും സാമ്പത്തിക ക്രൈസിസിലേക്ക് ലാനി കുടുംബത്തിന്റെ ബിസിനസ് എത്തി. എന്തോ ഒരു കുഴപ്പം ഫിലിപ്പിനും മാറ്റിനും ഒരുപോലെ ഫീൽ ചെയ്യുന്നുണ്ട്. ആരോ കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കുന്ന പോലെ ഒരു ഫീൽ. അവർക്ക് പണം കിട്ടാനുള്ള മേഖലകളിൽ നിന്ന് അവർക്ക് പണം വരുന്നുമില്ല. അവർ പണം കൊടുക്കാനുള്ള ആളുകൾ അങ്ങോട്ട് വിളിച്ച് ചോദിക്കുകയും ചെയ്യുകയാണ്. ശരിക്കും പ്രഷർ ലാനി കുടുംബത്തിൽ അനുഭവപ്പെട്ടു തുടങ്ങി. ആ പ്രഷറിൽ നിന്ന് മറികടക്കണമെങ്കിൽ
വൻതോതിൽ ക്യാഷ് ഇൻവെസ്റ്റ് ചെയ്യണം. ആ ക്യാഷ് അടിയന്തരമായി സംഘടിപ്പിക്കണമെങ്കിൽ അവർക്ക് ഒരു വൻ സപ്പോർട്ട് വേണം. ആ സപ്പോർട്ട് അവർ കണ്ടത് സാക്ഷാൽ ബിഗ് ബ്രൂക്സിലാണ്. അതുകൊണ്ടാണ് രണ്ടുപേരും കൂടി ബിഗ് ബ്രൂക്സിന്റെ വീട്ടിലേക്ക് വന്നത്. അച്ഛാ, എത്ര എമൗണ്ടാ അച്ഛൻ ചോദിക്കാൻ ഉദ്ദേശിക്കുന്നത്? മാറ്റ്, നമ്മൾ കൊടുക്കാനുള്ള പണം കൊടുത്തു തീർക്കാനും പുതുതായിട്ട് സാധനങ്ങളും മറ്റുമൊക്കെ വാങ്ങാനും മിനിമം $2 ബില്യൺ വേണം. $1 ബില്യൺ അഡീഷണൽ ആയിട്ട് കയ്യിൽ വേണം. അതുകൊണ്ട് ഞാനൊരു $3 ബില്യൺ വായ്പ ചോദിക്കാനാണ് ഇവിടെ വന്നിരിക്കുന്നത്. $3 ബില്യൺ എന്ന് പറയുമ്പോൾ ഏകദേശം 25,000 കോടി രൂപയാണ്. ലാനി കുടുംബത്തിന്റെ ബിസിനസ് സ്വിൻഡനിലും മിൽസ്ബർഗിലും മാത്രമല്ല, ആ രാജ്യത്തിന്റെ സദേൺ മേഖല മുഴുവൻ വ്യാപിച്ചു കിടക്കുന്നതാണ്. ഒരുപാട് ബിസിനസ്സുകളുടെ ഒരു നെറ്റ്വർക്കാണ് ലാനി കുടുംബത്തിനുള്ളത്. ആ ബിസിനസ്സുകളിൽ ഒരു കാരണവശാലും സാധനത്തിനോ പണത്തിനോ ഷോർട്ടേജ് വരാൻ പാടില്ല. പണത്തിന്റെയും അതുപോലെ സാധനങ്ങളുടെയും ഷോർട്ടേജ് ഒഴിവാക്കാനായി വൻതോതിൽ പണം ഇൻവെസ്റ്റ് ചെയ്യേണ്ടതിന്റെ ആവശ്യകത ഫിലിപ്പിന് അറിയാം. അതുകൊണ്ടാണ് ഫിലിപ്പ് $3 ബില്യൺ വായ്പ വാങ്ങാനായി ബിഗ് ബ്രൂക്സിന് അടുത്തെത്തിയിരിക്കുന്നത്. ഫിലിപ്പും മാറ്റും കൂടി ആ വിഷയം സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അകത്തേക്ക് ബിഗ് ബ്രൂക്സ് വന്നു. ബിഗ് ബ്രൂക്സിനെ കണ്ട് മാറ്റും ഫിലിപ്പും എണീറ്റ് അദ്ദേഹത്തെ അഭിസംബോധന ചെയ്യുമ്പോഴാണ് അവർ പുറകെ വരുന്ന ആളുകളെ കണ്ടത്. സാക്ഷാൽ നടാഷ ഹാർമണും ഡസ്റ്റിൻ റൈസുമാണ് പുറകെ വരുന്നത്. അവരെ കണ്ടതും ഫിലിപ്പ് ബ്രൂക്സിനോട് ചോദിച്ചു, ഏയ് മിസ്റ്റർ ബ്രൂക്സ്, ഇവനെതിനാ ഈ വീട്ടിൽ കയറ്റിയത്? ഡസ്റ്റിനെ ചൂണ്ടിയാണ് അയാൾ അങ്ങനെ ചോദിച്ചത്. ഫിലിപ്പ് ആ ചോദ്യം പൂർത്തീകരിച്ചപ്പോൾ തന്നെ മാറ്റ് ബ്രൂക്സിനോട് പറഞ്ഞു, അങ്കിൾ ബ്രൂക്സ്, ഇവൻ ആകെ തരികിടയാണ്, ഒരു കഴിവില്ലാത്ത ഒരുത്തനാണ്, ആളുകളെ പറ്റിക്കലാണ് അവന്റെ പരിപാടി. ഡോക്ടറാണെന്ന് പറഞ്ഞ് ആളുകളെ കബളിപ്പിച്ച് അവരുമായി അടുപ്പം ഉണ്ടാക്കി അവരിൽ നിന്ന് പണം അടിച്ചു മാറ്റുന്നത് ഇവന്റെ ഒരു സ്ഥിരം പരിപാടിയാണ്. ഇവനെ ആരെങ്കിലും കൂടെ നിർത്തുവോ? വിശ്വസിക്കാൻ കൊള്ളാത്തവനാണ്. അനവധി ആരോപണങ്ങൾ തുരുതുര ഡസ്റ്റിൻ റൈസിനെ കുറിച്ച് മാറ്റങ്ങ് ഉന്നയിക്കുകയാണ്. മാറ്റ് പറഞ്ഞ കാര്യങ്ങളൊക്കെ കേട്ട ബിഗ് ബ്രൂക്സ് ഫിലിപ്പിനോട് പറഞ്ഞു, അത് വിട്, നിങ്ങൾ വന്ന കാര്യം പറ. മിസ്റ്റർ ബ്രൂക്സ്, ഞാൻ വന്നത് കുറച്ച് പണം കടം വാങ്ങിക്കാനാണ്. മിസ്റ്റർ ഫിലിപ്പ്, എത്ര വേണ്ടേ? എനിക്കൊരു $3 ബില്യൺ വേണം. 3 ബില്യണോ? അതെ, 3 ബില്യൺ. മിസ്റ്റർ ബ്രൂക്സിന് അതൊരു വിഷയമാണെന്ന് എനിക്കറിയാം. മിസ്റ്റർ ഫിലിപ്പ്, എനിക്ക് അതൊരു വിഷയമല്ലായിരുന്നു, പക്ഷേ ഇപ്പോൾ ഒരു വിഷയമാണ്. ഞാൻ ആ പണം ഏതാനും നിമിഷങ്ങൾക്ക് മുമ്പ് മിസ്റ്റർ ഡസ്റ്റിന് കടം കൊടുത്തതേ ഉള്ളൂ. ഫിലിപ്പ് ലാനിക്ക് കൊടുക്കാമെന്ന് പറഞ്ഞ എമൗണ്ട് ഏതാനും നിമിഷങ്ങൾക്ക് മുമ്പ് ഡസ്റ്റിൻ റൈസിന് ബിഗ് ബ്രൂക്സ് കൊടുത്തു എന്ന് കേട്ടപ്പോ ഫിലിപ്പ് ലാനിയും മാറ്റും ശരിക്കും ഞെട്ടി. മിസ്റ്റർ ബ്രൂക്സ്, ചതിക്കരുത്, ഞങ്ങൾക്ക് പണം കിട്ടിയേ പറ്റൂ. ഏയ് ഫിലിപ്പ്, എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. എന്റെ കയ്യിലുണ്ടായിരുന്ന ലിക്വിഡ് ക്യാഷാണ് ഞാനിപ്പോ ഡസ്റ്റിൻ റൈസിന് കൊടുത്തിരിക്കുന്നത്. ഡസ്റ്റിൻ റൈസ് ഞാൻ തമ്മിൽ ഒരു ബിസിനസ് കണക്ഷൻ ഉണ്ട്. ഡസ്റ്റിനുമായി ബന്ധപ്പെട്ട എന്ത് ബിസിനസ് ആണ് ബിഗ് ബ്രൂക്സിന് ഉള്ളതെന്ന കാര്യം ബിഗ് ബ്രൂക്സ് പറഞ്ഞില്ല. പക്ഷേ ഡസ്റ്റിനുമായി ബിസിനസ് ഉണ്ടെന്നും ആ ബിസിനസ്സിന് ആവശ്യമായ ഇൻപുട്ട് എന്ന നിലയിൽ $3 ബില്യൺ ഡസ്റ്റിന് കൊടുത്തുവെന്നും ബിഗ് ബ്രൂക്സ് പറഞ്ഞപ്പോ ഫിലിപ്പിനും മാറ്റിനും മറുപടി ഒന്നും പറയാൻ പറ്റാത്ത സാഹചര്യമായി. അച്ഛനും മോനും കുറച്ചു നേരം ബിഗ് ബ്രൂക്സിനോട് പല കാര്യങ്ങളും പറഞ്ഞൊക്കെ ഒന്ന് സംസാരിച്ചു നോക്കിയെങ്കിലും രക്ഷയില്ലെന്ന് വന്നപ്പോൾ അവർ രണ്ടുപേരും പുറത്തിറങ്ങി. ശരിക്കും വിഷമത്തോടു കൂടിയാണ് ആ ടീം പുറത്തേക്ക് നീങ്ങുന്നത്. അവർ രണ്ടുപേരും വീട്ടിൽ മടങ്ങിയെത്തുമ്പോൾ ശരിക്കും ടെൻസ്ഡാണ് അവർ രണ്ടുപേരും. വല്ലാത്തൊരു ചതിയിൽ അവർ പെട്ടിരിക്കുകയാണ്. ശരിക്കും ഒരു കടക്കടിയിലേക്ക് അവർ നീങ്ങുകയാണ്. ഈ ശൈലിയിൽ അവരുടെ ബിസിനസ് മുന്നോട്ട് പോയാൽ ഇപ്പോ അവരുടെ കയ്യിലുള്ള എല്ലാ ഉൽപ്പന്നങ്ങളും വിറ്റുതീരും. ആ ഉൽപ്പന്നങ്ങൾ വിറ്റുതീരുമ്പോൾ അത് കൊടുത്ത് വാങ്ങാൻ കഴിയുന്ന സാധനങ്ങൾക്ക് ഒരു പരിധിയുണ്ട്. സാധനങ്ങൾ സ്റ്റോറുകളിൽ ഇല്ലെങ്കിൽ, മാളുകളിൽ ഇല്ലെങ്കിൽ, കൺസ്ട്രക്ഷൻ സൈറ്റിൽ സാധനങ്ങൾ ഇല്ലെങ്കിൽ എല്ലാം നിലയ്ക്കും. വല്ലാത്തൊരു പ്രതിസന്ധിയിലേക്ക് അവർ കടക്കുകയാണ്. ആ പ്രതിസന്ധി തരണം ചെയ്യാൻ വൻതോതിൽ എമൗണ്ട് കിട്ടിയേ പറ്റൂ. ബിഗ് ബ്രൂസ് ഇതാ കൈയൊഴിഞ്ഞിരിക്കുകയാണ്. ഇനി ആരാ ഉള്ളത് അവരെ സഹായിക്കാനായി? അങ്ങനെ ഒരു ചിന്ത ഫിലിപ്പിന്റെ മനസ്സിലേക്ക് വന്നതും ഫിലിപ്പ് മാറ്റിനോട് ചോദിച്ചു, ഇടാ മാറ്റ്, നിന്റെ ആ കൂട്ടുകാരിയില്ലേ ആ ടീന, ആ ഹമ്മറിന്റെ മോള്, അവള് വലിയ പണക്കാരിയല്ലേ, നീ അവളെ ഒന്ന് വിളിക്ക്. എഡ്വിൻ ഹമ്മറിന്റെ മകൾ ടിന ഹമ്മറുമായി മാറ്റ് ലാനി ശരിക്കും അടുപ്പത്തിലാണ്. ആ കാര്യം ഫിലിപ്പിന് അറിയാം. മാറ്റിന്റെ എല്ലാ തരികിട പരിപാടികളെ കുറിച്ചും ഏകദേശം ഒരു ധാരണ ഫിലിപ്പിനുണ്ട്. ഫിലിപ്പ് പറഞ്ഞത് കേട്ടതും മാറ്റ് ലാനി ഉടൻ ടീനയെ വിളിച്ചു. മാറ്റ് വിളിക്കുന്ന കണ്ടപ്പോ ടീന സന്തോഷത്തോടെയാണ് ഫോൺ എടുത്തത്. ഹേയ് മാറ്റ്, കുറച്ചു ദിവസമായാലോ കേട്ടിട്ട്. ടീന സുഖമല്ലേ? സുഖമായിരിക്കുന്നു. വിശേഷങ്ങളൊക്കെ പറഞ്ഞപ്പോ ടീന പെട്ടെന്ന് മാറ്റിനോട് ചോദിച്ചു, മാറ്റ്, നീ എന്നെ വെറുതെ വിളിക്കില്ലെന്ന് എനിക്കറിയാം. എന്താ നിന്റെ ആവശ്യം? ടീന, എനിക്ക് കുറച്ച് പണം വേണം. പണമോ? എന്തിന്? ടീന, ഞങ്ങളുടെ ബിസിനസ്സിൽ ഒരു ഷോർട്ടേജ് അനുഭവപ്പെടുകയാണ്. ബിസിനസ്സിൽ പണത്തിന്റെ ഷോർട്ടേജ് അനുഭവപ്പെടുന്നു. എന്താ സംഭവം? കാര്യം പറ. ടീന, ഞങ്ങൾക്കൊരു $3 ബില്യൺ കുറവുണ്ട്. ഞങ്ങളുടെ ഹോസ്പിറ്റൽ ബിസിനസ്സിലും
കൺസ്ട്രക്ഷൻ ബിസിനസ്സിലും മാളിലും ഒക്കെ പണത്തിന്റെ ഷോർട്ടേജ് ഉണ്ട്. സാധനങ്ങൾ ഒരുപാട് പർച്ചേസ് ചെയ്യേണ്ടിയിരിക്കുന്നു. സാധനം പർച്ചേസ് ചെയ്യാൻ പണം കൊടുക്കേണ്ടതുണ്ട്. എല്ലാ ഭാഗത്തു നിന്നുള്ള പണത്തിന്റെ ലഭ്യത കുറഞ്ഞിരിക്കുകയാണ്. ഞങ്ങൾക്ക് എത്രയും പെട്ടെന്ന് ഞങ്ങളുടെ വിവിധ സ്ഥാപനങ്ങളിൽ പണം ഇട്ടേ പറ്റൂ. ടീന ഒന്ന് സഹായിക്കണം. $3 ബില്യൺ എനിക്ക് കടം നൽകിയാൽ ഞാൻ എത്രയും പെട്ടെന്ന് തിരിച്ചു തരാം. കാര്യങ്ങളൊക്കെ വളരെ വ്യക്തമായിട്ട് തന്നെ മാറ്റ് ലാനി ടീനയോട് പറഞ്ഞു. അത് കേട്ടപ്പോ ടീന മാറ്റിനോട് ചോദിച്ചു, ഏയ് മാറ്റ്, ഇങ്ങനെ സംഭവിക്കാൻ എന്താ കാരണം? ആരെങ്കിലും ഇതിന്റെ പിന്നിലുണ്ടോ? ടീന, ഇതൊക്കെ അവന്റെ പണിയാണ്. ആരുടെ പണി? ഇതൊക്കെ ആ ഡസ്റ്റിന്റെ പണിയാണ്. ഡസ്റ്റിൻ നടാഷ്യവുമായി ടൈപ്പ് ചെയ്ത് നമുക്കെതിരെ ഒരു കളി കളിക്കുന്നതാണ്. നീ പറയുന്നത് ഡസ്റ്റിൻ റിയാസ് ആണ് നിന്നോട് ഇങ്ങനെ ചെയ്തതെന്നാണോ? അതെ അതെ, ഡസ്റ്റിൻ റിയാസ് ആണ്. ഓ, ഡസ്റ്റിൻ റിയാസ് ആണല്ലേ? അങ്ങനെയാണെങ്കിൽ മാറ്റ്, എനിക്ക് ഇതിനകത്ത് ഇടപെടാൻ പറ്റില്ല, സോറി കേട്ടോ. അങ്ങനെ പറഞ്ഞിട്ട് ടീന പെട്ടെന്ന് ഫോൺ കട്ട് ചെയ്തു. ഡസ്റ്റിൻ റിയാസ് ആണ് ആ വിഷയത്തിന്റെ പിന്നിലെന്ന് കേട്ടപ്പോ പെട്ടെന്ന് ടീന ഫോൺ കട്ട് ചെയ്തത് ശരിക്കും ഒരു അമ്പരപ്പ് തന്നെ മാറ്റിലുണ്ടാക്കുകയാണ്. സാക്ഷാൽ എഡ്വിൻ ഹമ്മറിന്റെ മകളാണ് ടിന ഹമ്മർ. ആ ടിനയ്ക്ക് ഡസ്റ്റിനോട് ദേഷ്യം ഉണ്ടാകേണ്ടതാണ്. പക്ഷേ ദേഷ്യത്തിന് പകരം ഒരു ഭയമാണ് ഇപ്പൊ ടിനയ്ക്കുള്ളത്. ടിന ഡാലിയ നിക്കോൾസൺ കിടക്കുന്ന ഹോസ്പിറ്റൽ മുറിയിൽ വന്ന് ഡാലിയോട് മാപ്പ് പറഞ്ഞ കഥ മാറ്റ് ലാനിക്ക് അറിയാം. അതിന് കാരണക്കാരനായത് സാക്ഷാൽ ഡസ്റ്റിൻ റയസ് ആണെന്നുള്ളതും മാറ്റ് അറിഞ്ഞ വിവരമാണ്. ഡസ്റ്റിൻ ടിനയെ ശരിക്കും ഭീഷണിപ്പെടുത്തിയിരിക്കുകയാണ്, ഭയപ്പെടുത്തിയിരിക്കുകയാണ്. ആ ഭയം അവിടെ ഉള്ളിലുള്ളത് കൊണ്ടാണ് അവള് സമ്മതിക്കാത്തത്. ഫോൺ കട്ടായതും ഫിലിപ്പ് മാറ്റിനോട് ചോദിച്ചു, ഏയ് മാറ്റ്, അവൾ എന്തു പറഞ്ഞു? അച്ഛാ, അവള് ഫോൺ കട്ട് ചെയ്തു, പണം തരാൻ പറ്റില്ലെന്നാ പറയുന്നത്. അവള് ഡസ്റ്റിൻ കേട്ടപ്പോഴാണ് ഫോൺ കട്ട് ചെയ്തത്. ഡസ്റ്റിൻ റയസുമായിട്ട് ഒരു യുദ്ധത്തിലാണ് ലാനെ കുടുംബം എന്ന് കേട്ടത് കൊണ്ടാണ് ടീന ഫോൺ കട്ട് ചെയ്തത്. ആ കാര്യം ഫിലിപ്പിന് ഏതാണ്ട് ബോധ്യമായി. ഡസ്റ്റിൻ റയസിനെ പിണക്കിയാൽ അപകടമാണെന്നൊരു തോന്നൽ ഫിലിപ്പിന് ഉണ്ടാകുന്നത് ആ നിമിഷത്തിലാണ്. ഫിലിപ്പ് മാറ്റിനോട് പറഞ്ഞു, മാറ്റ്, നീ ഇവിടെ തന്നെ ഉണ്ടാകണം, പുറത്തൊന്നും പോകരുത്. ഞാനേ ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ട് വരാം. ഇനി നീ ഒരു പ്രശ്നത്തിൽ ഇടപെടണ്ട, ഞാൻ നോക്കിക്കൊള്ളാം. ഫിലിപ്പ് മാറ്റിനോട് അയാൾ എങ്ങോട്ടാണ് പോകുന്നതെന്ന് പറയാതെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി. ഫിലിപ്പ് നേരെ എത്തിയത് പീസ് മെഡിക്കൽ സെന്ററിലാണ്. ഫിലിപ്പ് ലാനി കുടുംബത്തിൽ നിന്ന് പീസ് മെഡിക്കൽ സെന്ററിലേക്ക് തിരിച്ച ആ സമയത്ത് മറ്റൊരു സംഭവം കൂടെ ഉണ്ടായി. ആ സംഭവത്തിന്റെ കാരണം ലൈറയുടെ ഒരു ഫോൺ കോളാണ്. ലൈറയുടെ കോൾ വന്നത് സാക്ഷാൽ മാറ്റ് ലാനിക്കാണ്. അവള് ഒരു ബാറിൽ ഇരിക്കുകയാണ്. കോളിൽ പറഞ്ഞ കാര്യം കേട്ടതും മാറ്റ് ലാനി നേരെ ആ ബാറിലേക്ക് തിരിച്ചു. മാറ്റ് ലാനി ബാറിൽ എത്തപ്പോ അവിടെ സാക്ഷാൽ ഡാലിയ നിക്കോൾസൺ ഉണ്ട്. ഡാലിയ നിക്കോൾസൺ അടിച്ച് ഫിറ്റാണ്. ഡാലിയ പീസ് മെഡിക്കൽ സെന്ററിന്റെ നടയിൽ നിന്ന് നേരെ എത്തിയത് ബാറിലാണ്. ഡാലിയ തിരക്കി ലൈറ അവിടെ എത്തുമ്പോൾ ഡാലിയ നല്ല ഫിറ്റാണ്. ഡാലിയോട് ഇനി മദ്യപിക്കണ്ട എന്ന് പലതവണ ലൈറ പറഞ്ഞിട്ടും കേൾക്കാതെ ഡാലിയ പിന്നെയും ഗ്ലാസുകൾ നിറച്ച് കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. അവള് ബോധം കെടുവരെ കുടിക്കുക എന്നുള്ള ഒറ്റ ലക്ഷ്യത്തോടി മദ്യപിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്താണ് മാറ്റ് ലാനി അങ്ങോട്ട് വന്നത്. ലൈറ വിചാരിച്ചാൽ ഡാലിയെ ആ ബാറിൽ നിന്ന് കൊണ്ടുപോകാൻ പറ്റില്ല എന്ന് മനസ്സിലായപ്പോഴാണ് ലൈറ മാറ്റ് ലാനിയെ വിളിച്ചു വരുത്തിയത്. ഡാലിയുടെ മേശയ്ക്ക് അടുത്തിരുന്ന മാറ്റ് ലാനി ലൈറയോട് പറഞ്ഞു, ഏയ് ലൈറ, നീ പോയി ഒരു കുപ്പി വെള്ളം എടുത്തോണ്ട് വാ. ഒരു കുപ്പി വെള്ളം കൗണ്ടറിൽ നിന്ന് എടുക്കാനായിട്ട് ലൈറ അങ്ങോട്ട് പോയതും മാറ്റ് തൊട്ടു മുന്നിലുള്ള ഗ്ലാസിന്റെ മുകളിലേക്ക് കൈവച്ചു. ഈ സമയത്ത് മാറ്റിനെ എതിരിയിരിക്കുന്ന ഡാലിയ ഒരു ഗ്ലാസ്സിൽ മദ്യം നിറച്ച് കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. മുന്നിലുള്ള ഗ്ലാസ്സിൽ മദ്യം നിറച്ചിട്ട് മാറ്റ് ഒരു പൊടി അതിനകത്തേക്ക് ഇട്ടു. അയാൾ ശരിക്കും പ്രിപ്പയർഡ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. ആ ഗ്ലാസിന്റെ പുറത്ത് പിടിച്ചുകൊണ്ട് അയാൾ ഡാലിയോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏയ് ഡാലിയ, ഇത് എന്താ ഈ കാണിക്കുന്നത് എന്നൊക്കെ ചോദിച്ചാൽ സംസാരിക്കുന്നത്. ഡാലിയ മാറ്റിന്റെ ശബ്ദം കേട്ട് മാറ്റിനെ നോക്കി മാറ്റിനോട് പറഞ്ഞു, മാറ്റ്, സോറി, എനിക്ക് കുടിച്ചേ പറ്റൂ. ശരിക്കും കുടിച്ച് ബോധം നഷ്ടമാകുന്ന രീതിയിലേക്ക് ഡാലിയ വരികയാണ്. ഡാലിയ അവളുടെ കയ്യിലിരുന്ന ഗ്ലാസ് മേശപ്പുറത്ത് വെച്ചതും മാറ്റ് അവന് വെല്ലുന്ന ഗ്ലാസ് ഡാലിക്ക് കൊടുത്തു. ഡാലിയ, ദാ, താങ്ക് യു മാറ്റ്. അങ്ങനെ പറഞ്ഞിട്ട് ഡാലിയ ആ ഗ്ലാസ്സിലെ മദ്യവും കുടിച്ചു. ഡാലിയ നിക്കോൾസൺ ആ ഗ്ലാസ്സിലെ മദ്യം ഏതാണ്ട് കുടിച്ചു തീരാറായപ്പോഴാണ് ലൈറ ഒരു കുപ്പി വെള്ളവുമായി അവിടേക്ക് വന്നത്. ലൈറ ആ കുപ്പിയുമായി ആ ടേബിളിന് അടുത്ത് എത്തുമ്പോഴേക്കും ഡാലിയ ഏതാണ്ട് മേശപ്പുറത്തേക്ക് ചാഞ്ഞു തുടങ്ങി. അത് കണ്ടതും ലൈറ ഡാലിയെ ഒന്ന് കുലുക്കി. മിസ് നിക്കോൾസൺ, മിസ് നിക്കോൾസൺ. ഡാലിയെ ലൈറ അങ്ങനെ കുലുക്കി വിളിക്കുന്ന കണ്ടതും ആ ടേബിളിന് അടുത്ത് എണീറ്റ് മാറ്റ് ലൈറോട് പറഞ്ഞു, നമുക്ക് ഡാലിയെ കാറിലേക്ക് കയറ്റാം. ഒരു പരുവത്തിൽ ഡാലിയ നിക്കോൾസനെ മാറ്റ് ലാനിയും ലൈറയും കൂടി ആ ബാറിൽ നിന്ന് പുറത്തു കൊണ്ടുവന്ന് കാറിലേക്ക് കയറ്റി. മാറ്റ് ലാനിയുടെ കാറിലേക്ക് കയറ്റിയത്. ആ കാറിലേക്ക് ഡാലിയെ കയറ്റി ഇരുത്തിയപ്പോഴാണ് ലൈറ ഒരു കാര്യം മനസ്സിലാക്കുന്നത്. അതൊരു സ്പോർട്സ് കാറാണ്.
ആ കാറിനകത്ത് 2 സീറ്റേ ഉള്ളൂ. ഡ്രൈവിംഗ് സീറ്റിലേക്ക് മാറ്റ് ലാനി കയറുമ്പോഴാണ് ലൈറയുടെ ശ്രദ്ധയിൽ അത് പെടുന്നത് തന്നെ. കാറിനകത്ത് വേറെ സീറ്റിൽ നിന്ന് കണ്ടതും മാറ്റ് ലാനി ലൈറോട് പറഞ്ഞു, ലൈറ, ഞാൻ ഡാലിയെ വീട്ടിലാക്കാം, നീ പേടിക്കണ്ട. ഡാലി നിക്കോൾസിനെ കൊണ്ട് മാറ്റ് ലാനിയുടെ ആ സ്പോർട്സ് കാർ അവിടെ നിന്ന് അങ്ങനെ മൂവ് ചെയ്യുമ്പോൾ ആ കാറിലേക്ക് തന്നെ അങ്ങനെ ലൈറ നോക്കി നിൽക്കുകയാണ്. ഈ സമയത്താണ് പീസ് മെഡിക്കൽ സെന്ററിന്റെ അടുത്ത് ഫിലിപ്പ് ലാനിയുടെ കാർ വന്നത്. കാറിൽ നിന്ന് ഇറങ്ങിയ ഫിലിപ്പ് ലാനി പീസ് മെഡിക്കൽ സെന്ററിലേക്ക് കടന്നു ചെല്ലുമ്പോൾ ഡസ്റ്റിൻ ഒരു പുസ്തകം വായിക്കാനായി റെഡിയാവുകയാണ്. ഡസ്റ്റിനെ കണ്ടതും ഫിലിപ്പ് ഡസ്റ്റിനോട് പറഞ്ഞു, ഡസ്റ്റിൻ സോറി. ശബ്ദം കേട്ട് ഡസ്റ്റിൻ തിരിഞ്ഞു നോക്കുമ്പോൾ ഫിലിപ്പ് ലാനിയാണ്. ഏയ്, നിങ്ങളെന്താ ഇവിടെ? ഡസ്റ്റിൻ സോറി. എന്തിന്? ഡസ്റ്റിൻ, ഞാൻ ചെയ്തതിനും എന്റെ മകൻ ചെയ്തതിനും ഞാൻ സോറി പറയുകയാണ്, എന്നോട് ക്ഷമിക്കണം. മിസ്റ്റർ ഫിലിപ്പ്, നിങ്ങളുടെ ഈ സോറി പറച്ചിലുകൊണ്ടൊന്നും വലിയ കാര്യമില്ല. നിങ്ങൾ കാറ്റ്ലിന്റെ ആ പൂച്ചയെ കൊല്ലാൻ പാടില്ലായിരുന്നു. നിങ്ങൾ ചെയ്തത് തികച്ചും മോശമായി പോയി. ശരിക്കും വ്യക്തമായിട്ട് തന്നെ ഡസ്റ്റിൻ അയാളുടെ മനസ്സിലുള്ള വിഷമം ഫിലിപ്പിനോട് പറഞ്ഞു. അത് കേട്ടതും ഫിലിപ്പ് ഡസ്റ്റിനോട് പറഞ്ഞു, ഡസ്റ്റിൻ പ്ലീസ്, ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യാം. എന്റെ സമ്പത്തിന്റെ പകുതി ഡസ്റ്റിന് തരാം. ഞങ്ങളെ ഈ പ്രശ്നത്തിൽ നിന്ന് ഒന്ന് രക്ഷിക്കണം. ഡസ്റ്റിൻ റയസ് ആരെയോ ഇടപെടുത്തിയത് കൊണ്ടാണ് ലാനി കുടുംബത്തിനെതിരായി ഒരു നീക്കം നടക്കുന്നതെന്ന് ഏകദേശം ഒരു ധാരണ ഇപ്പോ ഫിലിപ്പ് ലാനിക്കുണ്ട്. അതുകൊണ്ട് കൂടിയാണ് അയാൾ ഡസ്റ്റിന് മുന്നിലേക്ക് വന്നിരിക്കുന്നത്. അതിനു പുറമെ മറ്റൊരു കാരണം കൂടിയുണ്ട്. അത് ബിഗ് ബ്രൂക്സ് $3 ബില്യൺ ഡസ്റ്റിന് കൊടുത്തു എന്ന് പറഞ്ഞ കാര്യമാണ്. അതിന്റെ അർത്ഥം ഡസ്റ്റിന്റെ കയ്യിൽ ഇഷ്ടംപോലെ പണം ഉണ്ടെന്നാണ്. ആ പണം ഡസ്റ്റിൻ ലാനി കുടുംബത്തിൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ലാനി കുടുംബത്തിന്റെ പ്രശ്നങ്ങളൊക്കെ മാറുകയും ചെയ്യും, അയാൾ രക്ഷപ്പെടുകയും ചെയ്യും. ലാനി കുടുംബം ശരിക്കും ശക്തമായ ഫാമിലിയാണ്. ആ ഫാമിലിക്ക് ഒരുപാട് സെറ്റപ്പ് ഒക്കെ ഉണ്ട്. ആ സെറ്റപ്പ് വഴി ഇഷ്ടംപോലെ റവന്യൂ ജനറേറ്റ് ചെയ്യുന്നുണ്ട്. ആ റവന്യൂവിനെ 50% ഡസ്റ്റിന് കൊടുക്കാമെന്ന് ഫിലിപ്പ് ലാനി പറഞ്ഞപ്പോൾ ഡസ്റ്റിൻ ഫിലിപ്പ് ലാനി ഒന്ന് നോക്കി. ആ നോട്ടം കണ്ടതും ഫിലിപ്പ് ലാനി പെട്ടെന്ന് ഡസ്റ്റിന് മുന്നിൽ അങ്ങ് മുട്ടുകുത്തുകയാണ്. സകല അടവും പയറ്റാം എന്ന് തീരുമാനിച്ചു തന്നെയാണ് ഫിലിപ്പ് ലാനി എത്തിയിരിക്കുന്നത്. മുട്ടുകുത്തി നിന്നുകൊണ്ട് ഡസ്റ്റിനോട് അയാൾ മാപ്പപേക്ഷിച്ചു. ഡസ്റ്റിൻ സോറി, ചെയ്ത എല്ലാ തെറ്റുകൾക്കും ഞാൻ സോറി പറയുന്നു. ഞാൻ ചെയ്ത തെറ്റും മോൻ ചെയ്ത തെറ്റും ഞാൻ ഏറ്റു പറയുകയാണ്. ഇനി ഒരു തരത്തിലുള്ള തെറ്റും ഞങ്ങൾ ചെയ്യത്തില്ല, എങ്കിൽ നിങ്ങൾക്ക് കൊള്ളാം. അങ്ങനെ ഫിലിപ്പിനോട് ഡസ്റ്റിൻ പറഞ്ഞപ്പോൾ ഡസ്റ്റിന്റെ ഫോൺ ഒന്ന് റിങ് ചെയ്തു. ഫോണിൽ ഡാലിയുടെ നമ്പറാണ്. ഡാലിയാണല്ലോ ഫോണിലെന്ന് കണ്ട് പെട്ടെന്ന് ഡസ്റ്റിൻ ഫോൺ എടുത്തു. ഫോൺ എടുത്തപ്പോൾ ആ ഫോണിലൂടെ ചില സംഭാഷണങ്ങൾ കേൾക്കുകയാണ്. ഡാലിയ, അതാണ് എലൈറ്റ് ഹോട്ടൽ. എങ്ങനെയുണ്ട് എലൈറ്റ് ഹോട്ടൽ? നമുക്കിന്ന് എലൈറ്റ് ഹോട്ടൽ കഴിയാം. ഏയ് മാറ്റ്, എനിക്ക് ഹോട്ടലിൽ നിന്ന് കഴിയണ്ട, എനിക്ക് വീട്ടിൽ പോയാൽ മതി. ഒരു ലേശം കുഴങ്ങിയ ശബ്ദത്തിലാണ് ഡാലിയ നിക്കോൾസിന്റെ ആ വാചകം കേൾക്കുന്നത്. ഡാലിയുടെ ഫോണിൽ നിന്ന് അറിയാതെ കോൾ വന്നിരിക്കുകയാണ്. അല്ലെങ്കിൽ ഡാലിയ ഡസ്റ്റിനെ വിളിക്കാൻ ശ്രമിക്കുന്നത് തന്നെയാവും. എന്താണ് സംഭവം എന്ന് ഡസ്റ്റിന് മനസ്സിലാകുന്നില്ല. പക്ഷേ ഒരു കാര്യം വ്യക്തമാണ്, ഡാലിക്കൊപ്പം ഇപ്പൊ മാറ്റ് ലാനി ഉണ്ട്. മാറ്റ് ലാനിയാണ് ഡാലിയ നിക്കോൾസിനൊപ്പം ഉള്ളത് അറിഞ്ഞ ആ നിമിഷത്തിൽ ഒരു ഞെട്ടൽ ഡസ്റ്റിനുണ്ടായി. അതിന്റെ കാരണം ഡസ്റ്റിനോട് രാവിലെ മാറ്റ് ലാനി പറഞ്ഞ ആ വാചകമാണ്. ഡാലിയ നിക്കോൾസിനെ അവൻ എന്ത് ചെയ്യുന്നു എന്നുള്ള കാര്യം വീഡിയോ എടുത്ത് ഡസ്റ്റിനെ അറിയിക്കാമെന്നാണ് അവൻ പറഞ്ഞിരിക്കുന്നത്. ആ ചിന്ത ഡസ്റ്റിന്റെ മനസ്സിലേക്ക് വന്നതും ഡസ്റ്റിൻ കൈ നിവർത്തി ഒരു ഒറ്റയാടി. മുട്ടുകുത്തി ഡസ്റ്റിനോട് മാപ്പപേക്ഷിച്ചുകൊണ്ട് മുന്നിലിരിക്കുന്ന ഫിലിപ്പിന്റെ കവളിലേക്കാണ് ഡസ്റ്റിന്റെ കൈ പതിഞ്ഞത്. അടിയേറ്റ ഫിലിപ്പ് താഴേക്ക് വീണു. എന്താണ് സംഭവിച്ചതെന്ന് ഫിലിപ്പിന് ഒരു പിടിയില്ല. ശരിക്കും ദേഷ്യത്തോടി തറ വീണ ഫിലിപ്പിന് ഒരു ചവിട്ടും കൂടെ കൊടുത്തിട്ട് ഡസ്റ്റിൻ വാതിൽ നേരെ നടക്കുകയാണ്. അമ്പരപ്പോടെ ഡസ്റ്റിൻ നോക്കുന്ന ഫിലിപ്പിനോടായി ഡസ്റ്റിൻ പറഞ്ഞു, നിന്റെ മോൻ അതിരി കടക്കുകയാണ്. അവൻ അതിരി കടന്നാൽ പിന്നെ നിന്റെ ഈ കുടുംബം ഉണ്ടാവില്ല. അങ്ങനെ പറഞ്ഞുകൊണ്ട് ഡസ്റ്റിൻ അതിവേഗം പുറത്തേക്ക് നീങ്ങി. ഈ സമയത്ത് എലൈറ്റ് ഹോട്ടലിന്റെ മുന്നിലെത്തിയ മാറ്റ് ലാനി ഡാലിയെ കാറിൽ നിറക്കി നേരെ അവൻ ബുക്ക് ചെയ്തിരുന്ന മുറിയിലേക്ക് കൊണ്ടുവന്നു. ഡാലി അവനെ താങ്ങി പിടിച്ചിട്ടുണ്ട്. ഡാലിക്ക് നടക്കാൻ പറ്റുന്നില്ല. ബോധത്തിന്റെ വളരെ ചെറിയ കണിക മാത്രമാണ് ഡാലിയിലുള്ളത്. ഒരു പരുവത്തിൽ ഡാലിയെ മാറ്റ് അവനെ മുറിയിൽ കൊണ്ടുവന്ന് ബെഡിലേക്ക് ഇട്ടു. ബെഡിലേക്ക് വീണ ഡാലിക്ക് ചെറിയ ബോധമുള്ളത് കൊണ്ട് അവൾ ഇങ്ങനെ നോക്കുന്നുണ്ട്. തൊട്ടു മുന്നിൽ മാറ്റിനെ കണ്ട അവൾ മാറ്റിനോട് ചോദിക്കുകയാണ്, നീ എന്താ ഇവിടെ? ഹേയ് ഡാലിയ, ഇത് ഞാൻ ബുക്ക് ചെയ്തിരിക്കുന്ന മുറിയാണ്. ഇന്ന് നീ എന്നോടൊപ്പം കഴിയാൻ പോവുകയാണ്. ഏയ് മാറ്റ്, എന്താ പറഞ്ഞേ? ഡാലിയുടെ ശബ്ദം പുറത്തേക്ക് വരുന്നത് അവ്യക്തമാണെങ്കിലും ഡാലിക്ക് കുറേശ്ശെ ബോധമുണ്ട്. ഹേയ് ഡാലിയ, നീ എന്നെ മോഹിപ്പിച്ചിട്ട് കാലം ഒരുപാടായി. ആ മോഹം അങ്ങനെ അങ്ങ് മാറത്തില്ല.
പിന്നെ ഒരു കാര്യം ഞാൻ നിന്റെ ആ മുൻ ഭർത്താവുണ്ടല്ലോ ഡസ്റ്റിൻ, അവനോട് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഞാനൊരു വീഡിയോ എടുക്കുകയാണ്. അങ്ങനെ പറഞ്ഞിട്ട് മാറ്റ് ലാനി അവന്റെ മൊബൈൽ ക്യാമറ ഓണാക്കി അവിടെയുള്ള ടിവിയുടെ മുകളിലോട്ട് വെച്ചു. കൃത്യമായി ബെഡിൽ നടക്കുന്ന രംഗങ്ങളൊക്കെ അതുപോലെ ക്യാമറയിൽ പതിയത്തക്ക രീതിയിലാണ് മൊബൈൽ ക്യാമറ ടിവിയുടെ മുകളിൽ വെച്ചത്. മൊബൈൽ ക്യാമറ സെറ്റ് ചെയ്ത് വെച്ചിട്ട് മാറ്റ് ലാനി ബെഡിനടുത്തേക്ക് വന്നു. അത് കണ്ട് ഡാലി നിക്കോൾസൺ ബെഡിൽ നിന്ന് എണീക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അവൾക്ക് പറ്റുന്നില്ല. അവൾ വീണ്ടും ബെഡിലേക്ക് വീഴുകയാണ്. ബെഡിലേക്ക് തന്നെ മലർന്നു വീണ ഡാലിയുടെ അടുത്തെത്തിയ മാറ്റ് ലാനി അവളുടെ ഡ്രസ്സിലൊന്ന് തൊട്ടു. അവളുടെ ഡ്രസ്സ് വലിച്ചഴിക്കാനുള്ള ഒരു ശ്രമത്തിലേക്കാണ് മാറ്റ് ലാനി കടക്കുന്നത്. അത് മനസ്സിലാക്കിയ ഡാലിയ ഒറ്റ ചവിട്ട്. അവൾക്ക് അല്പം ബോധം ബാലൻസ് ഉണ്ട്. ആ ബാലൻസ് ഉള്ള ബോധം ഉപയോഗിച്ചാണ് അവൾ ആഞ്ഞൊന്ന് ചവിട്ടിയത്. ചവിട്ട് കൃത്യം മാറ്റ് ലാനിയുടെ വയറ്റിലാണ് കൊണ്ടത്. മാറ്റ് ലാനി ഒന്ന് പുറകോട്ട് നീങ്ങി. ഏതാനും സ്റ്റെപ്പ് പുറകോട്ട് നീങ്ങിയ മാറ്റ് ലാനി ഡാലിയെ ഒന്ന് നോക്കിയിട്ട് പെട്ടെന്ന് അയാളുടെ പാൻസിന്റെ ബെൽറ്റ് അഴിച്ചു. കയ്യിൽ നീളമുള്ള ബെൽറ്റ്. നീ എന്നെ ചവിട്ടിയോ? അങ്ങനെ ചോദിച്ചുകൊണ്ട് അയാൾ ആ ബെൽറ്റ് ഉയർത്തി ഒരൊറ്റയാടി. അടി പുറത്തു വീണതും ഡാലി ഒന്ന് തിരിഞ്ഞു. അവളിപ്പോ ഏതാണ്ട് കമഴ്ന്നു കിടക്കുകയാണ്. കമഴ്ന്നു കിടക്കുന്ന ഡാലിയുടെ പുറം ലക്ഷ്യമിട്ടുകൊണ്ട് അവൻ ആ ബെൽറ്റ് ഉയർത്തി അടി തുടങ്ങി. ഓരോ അടിയും ഡാലിയുടെ പുറത്ത് വീഴുന്തോറും അവളുടെ ഡ്രസ്സ് കീറുകയാണ്. അടിയേറ്റ് കീറുന്ന ആ ഡ്രസ്സുകൾക്കിടയിലൂടെ അവളുടെ ബോഡിയിൽ ചുവന്ന പാടുണ്ടാകുന്നത് കൃത്യമായിട്ട് കാണാം. ശക്തമായിട്ട് തന്നെ മാറ്റ് ലാനി ഡാലിയെ അടിക്കുകയാണ്. സ്ത്രീകളെ മർദ്ദിക്കുമ്പോൾ അവർക്കുണ്ടാകുന്ന വേദന ചില പുരുഷന്മാർക്ക് ഒരു ഹരമാണ്. ആ വേദന ഡാലിയിൽ കാണുമ്പോൾ മാറ്റ് ലാനിക്ക് സന്തോഷം വരികയാണ്. മാറ്റ് പൊട്ടിച്ചിരിച്ചുകൊണ്ടാണ് ഡാലിയെ വീണ്ടും വീണ്ടും അടിക്കുന്നത്. ആദ്യമൊക്കെ ഒന്ന് എണീക്കാനായിട്ട് ഡാലിയ ശ്രമിച്ചെങ്കിലും 4-5 അടി അവിടെ പുറത്തേക്ക് വീണ് കഴിഞ്ഞപ്പോൾ അവളുടെ എണീക്കാനുള്ള ആ കപ്പാസിറ്റി പോലും നഷ്ടമായി. അവൾ ഏതാണ്ട് നിശ്ചലയായതുപോലെയാണ്. പക്ഷെ അപ്പോഴും അവൾക്ക് കുറേശ്ശെ ബോധമുണ്ട്. അവൾ ആ അവസ്ഥയിലും പറ്റാവുന്ന അത്ര ശബ്ദം ഉയർത്തി പറയുന്നുണ്ട്, നിന്നെ ഞാൻ കൊല്ലൂടാ, നിന്നെ ഞാൻ കൊല്ലൂടാ. അങ്ങനെ അവൾ പറയുമ്പോൾ ഇപ്പോ ഡാലിയുടെ മുതുകിലും പുറകിലും ഒക്കെ ആയിട്ട് പല സ്ഥലത്തും ആ വസ്ത്രം കീറി പറഞ്ഞിട്ടുണ്ട്. ആ കീറി പറഞ്ഞ വസ്ത്രങ്ങൾ കണ്ട മാറ്റ് ലാനി ബെൽറ്റ് കളഞ്ഞിട്ട് നേരെ അവളുടെ അടുത്തേക്ക് വന്നു. ബെഡിലേക്ക് ഇരുന്ന മാറ്റ് ലാനി ആ കീറിയ വസ്ത്രങ്ങളിൽ കൈതൊട്ട് ഒറ്റ വലി. ആ വസ്ത്രങ്ങൾ കീറുന്ന ശബ്ദത്തോടൊപ്പം പെട്ടെന്ന് മറ്റൊരു ശബ്ദം കൂടി അവിടെ കേട്ടു. ആ മുറിയുടെ വാതിൽ ചവിട്ടി തുറക്കുന്ന ശബ്ദമാണ് അവിടെ കൂടെ കേട്ടത്. വാതിൽ ചവിട്ടി തുറക്കുന്ന ശബ്ദം കേട്ട മാറ്റ് ലാനി ഞെട്ടിത്തിരിയുമ്പോൾ അയാൾ കാണുന്നത് ഡസ്റ്റിൻ റയസിനെയാണ്. ഡസ്റ്റിനെ കണ്ടതും ബെഡിൽ നിന്ന് ചാടി എണീറ്റ് മാറ്റ് ദേഷ്യത്തോടെ ഡസ്റ്റിനോട് പറഞ്ഞു, എടാ, നീ എന്നെ എപ്പോഴും ചതിച്ചിട്ടേ ഉള്ളൂ. ഞാൻ എന്ത് ചെയ്യാൻ തുടങ്ങുമ്പോഴും നീയാണ് എന്നെ ചതിച്ചത്. നീ അതിനകത്ത് കയറി ഇടങ്കൂലിടും. മാറ്റ് ലാനി കുറെ നാളുകളായി ഡാലിയുടെ പുറകെ ഉണ്ട്. ഡാലിയൻ നിക്കോൾസിനെ വീഴ്ത്താനായി അവൻ ഓരോ പരിപാടികൾ പ്ലാൻ ചെയ്യുമ്പോഴും ആ പരിപാടികൾ തടസ്സപ്പെടുത്തിയത് സാക്ഷാൽ ഡസ്റ്റിൻ റയസ് ആണ്. അപ്രതീക്ഷിതമായി ഡസ്റ്റിൻ എന്തെങ്കിലും പരിപാടിയായിട്ട് കടന്നു വരും. ഇപ്പൊ ഇത് ഡാലിയെ വളരെ പാടുപെട്ട് തന്ത്രപരമായി ആ ഹോട്ടൽ മുറിയിൽ എത്തിച്ചപ്പോൾ അവിടേക്കും ഡസ്റ്റിൻ കടന്നു വന്നിരിക്കുകയാണ്. ദേഷ്യം വന്ന മാറ്റ് പെട്ടെന്ന് ഗണ്ണ് വലിച്ചെടുത്തു. ഗണ്ണ് ഡസ്റ്റിനെ ചൂണ്ടിക്കൊണ്ട് മാറ്റ് അലറി, എടാ, നിനക്ക് ലൈവായി കാണാനുള്ള അവസരം ഞാൻ തരാം. ഈ തോക്ക് മുന്നിൽ വെച്ച് ഞാൻ ഇവിടെ എന്ത് ചെയ്യാൻ പോവുകയാണെന്ന് നീ ഇപ്പൊ കാണും. മാറ്റ് അത് പറഞ്ഞപ്പോ ഡസ്റ്റിൻ അവനോട് പറഞ്ഞു, നീ ഡാലിയുടെ പുറത്തു തൊട്ടാൽ നിന്നെ ഞാൻ കൊല്ലും. ഡസ്റ്റിൻ റയസിന്റെ ആ വാചകം കേട്ടതും തോക്ക് കയ്യിലിരിക്കുന്ന മാറ്റ് അറിയാതെ ചിരിച്ചു പോവുകയാണ്. ഇടാ, നീ എന്തൊരു വിഡ്ഢിയാണ്. എന്റെ തോക്കിന്റെ മുന്നിലാണ് നീ നിൽക്കുന്നത്. നീ കരുതുന്നുണ്ടാവും ഈ തോക്ക് കളിത്തോക്കാണെന്ന്. അങ്ങനെ പറഞ്ഞുകൊണ്ട് അവൻ പെട്ടെന്ന് തോക്കിനെ ട്രിഗർ വലിച്ചു. ട്രിഗർ വലിച്ച് അവൻ എയിം ചെയ്തത് ഡസ്റ്റിന്റെ കാലിന്റെ അപ്പുറം ഇപ്പുറമാണ്. ഡസ്റ്റിന്റെ കാലിന്റെ ഇടതും വലതും വെടിയുതിർത്തുകൊണ്ട് അവൻ ഡസ്റ്റിനോട് പറഞ്ഞു, ഇപ്പൊ മനസ്സിലായല്ലോ ഇതിനകത്ത് ഉണ്ടെന്ന്. ഞാൻ വെറുതെ പറയുന്നതുമല്ല. അങ്ങനെ പറഞ്ഞിട്ട് അവൻ ഡസ്റ്റിന് നേരെ തോക്ക് ഉയർത്തിയതും അവനൊന്ന് ഞെട്ടി. കാരണം ഇപ്പോ ഡസ്റ്റിൻ റയസ് അവന്റെ തൊട്ടു മുന്നിൽ നിൽക്കുകയാണ്. ഡസ്റ്റിന്റെ കാലിനടുത്തേക്ക് അവൻ വെടിവെച്ചിട്ട് തോക്ക് ഉയർത്തിയപ്പോഴാണ് ഡസ്റ്റിൻ അവൻ അടുത്തെത്തിയത്. ഞെട്ടിപ്പോയ മാറ്റ് ഡസ്റ്റിന് നേരെ തോക്ക് പിടിച്ചിട്ടുണ്ടെങ്കിലും അവന്റെ വിരൽ അനങ്ങുന്നില്ല. അവൻ ശരിക്കും ഞെട്ടിപ്പോയിരിക്കുകയാണ്. ശരിക്കും ഒരു ഭയം ഇപ്പൊ അവനുണ്ട്. അവനെ ഒന്ന് നോക്കിയിട്ട് ഡസ്റ്റിൻ ആ തോക്കിങ് വാങ്ങിച്ചു. ഒരു കൊച്ചുകുട്ടിയുടെ കയ്യിൽ നിന്ന് തോക്ക് വാങ്ങും പോലെ ഡസ്റ്റിൻ മാറ്റിന്റെ കയ്യിൽ നിന്ന് ആ തോക്ക് വാങ്ങുകയായിരുന്നു. തോക്ക് കയ്യിൽ വാങ്ങിച്ച ഡസ്റ്റിൻ ആ തോക്കിന്റെ പാത്തി ഉപയോഗിച്ച് മാറ്റിന്റെ വയറ്റിലൊരു ഒറ്റ ഇടിയേറ്റ് മാറ്റ് ആ മുറിയുടെ മൂലയിലേക്ക് വീണു. ആ നിമിഷത്തിൽ ഡസ്റ്റിൻ അവനിട്ടുന്ന കോട്ട് ഊരി ഡാലി നിക്കോൾസിനെ പുറത്തേക്ക് ഇട്ടു. ഡാലിയെ ഡസ്റ്റിൻ ആ കോട്ട് കൊണ്ട് പുതയ്ക്കപ്പോ ഡാലിയ ഡസ്റ്റിനോട് പറയുകയാണ്, ഡസ്റ്റിന്റെ കൈയാണ് തന്നെ സ്പർശിച്ചെന്ന് ആ നിമിഷത്തിൽ ഡാലിക്ക് മനസ്സിലാവുകയാണ്. ഈ സമയത്ത്
ഡസ്റ്റിൻ ഡാലിയെ കോട്ടുകൊണ്ട് പൊതിയുമ്പോൾ മൂലയിലേക്ക് വീണ മാറ്റ് ലാനി പതുക്കെ എണീറ്റു. ഇടാ നീ എന്നെ തല്ലിയല്ലേ? അങ്ങനെ ചോദിച്ചുകൊണ്ടാണ് മാറ്റ് ലാനി എണീറ്റത്. മാറ്റ് ലാനി ആ മൂലയിൽ നിന്ന് എണീക്കുമ്പോൾ വാതിൽ വഴി അനവധി ആളുകൾ അകത്തേക്ക് വന്നു. ഏറ്റവും മുന്നിലുള്ളത് സാക്ഷാൽ ഹണ്ടർ ആൻഡേഴ്സനാണ്. ഹണ്ടർ ആൻഡേഴ്സനും അനവധി ആളുകളും ആ മുറിയിലേക്ക് കടന്നപ്പോ മാറ്റ് ഒന്ന് വിരണ്ടു. ഡസ്റ്റിൻ പ്ലീസ് എന്നെ ഒന്ന് ചെയ്യരുത്, ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യാം. പെട്ടെന്ന് അവൻ പ്ലേറ്റ് മാറ്റി പിടിക്കുകയാണ്. അതുവരെ ഉണ്ടായിരുന്ന മാറ്റ് ലാനി അല്ല ഇപ്പോ ഉള്ളത്. മാറ്റ് ലാനി അങ്ങനെ പറഞ്ഞതും ഡസ്റ്റിൻ മാറ്റിനോട് പറഞ്ഞു, നിന്നെ ഇവര് നോക്കുള്ളൂ. അങ്ങനെ ഡസ്റ്റിൻ പറഞ്ഞതും ഹണ്ടറിന്റെ കൂടെയുള്ള ആളുകൾ മാറ്റിന്റെ ഇരു കൈകളും പുറകോട്ട് പിടിച്ച് മാറ്റുമായി പുറത്തേക്ക് നീങ്ങി. ഹണ്ടർ ആൻഡേഴ്സനും അയാൾക്കൊപ്പമുള്ള ആളുകളും മാറ്റ് ലാനിയുമായി പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ഡസ്റ്റിൻ പുറത്തേക്കിറങ്ങി വാതിൽ ചാരി. വാതിൽ ചാരിയിട്ട് പുറത്തിറങ്ങിയ ഡസ്റ്റിൻ അല്പസമയം കഴിഞ്ഞപ്പോൾ വീണ്ടും മടങ്ങി വന്നു. ഇപ്പോ ഡസ്റ്റിന്റെ കയ്യിൽ ഒരു ചെറിയ ബാഗുണ്ട്. ഡസ്റ്റിൻ കാറിൽ എപ്പോഴും കരുതുന്ന ആ ബാഗുമായിട്ടാണ് ഡസ്റ്റിൻ ഇപ്പോൾ മുറിയിലേക്ക് വന്നത്. ഒരു ഡോക്ടേഴ്സ് ബാഗാണ്. അതിനകത്ത് എല്ലാ തരത്തിലുള്ള മരുന്നുകളും അത്യാവശ്യ സാധനങ്ങളൊക്കെ ഉണ്ട്. ആ മരുന്ന് ബാഗ് കട്ടിൽ വെച്ചിട്ട് അതിൽ നിന്ന് ഒരു ക്രീം ഡസ്റ്റിൻ പുറത്തെടുത്തു. ഡസ്റ്റിൻ ഡാലിയുടെ പുറത്തുള്ള കോട്ട് മാറ്റി ആ മുറിവുകളിൽ പതുക്കെ ക്രീം പുരട്ടുകയാണ്. വളരെ ക്രൂരമായിട്ടാണ് മാറ്റ് ലാനി ഡാലിയുടെ പുറത്ത് അടിച്ചിരിക്കുന്നത്. അവളുടെ ഷോൾഡർ മുതൽ ബാക്ക് അറ്റം വരെ അടി വീണിട്ടുണ്ട്. അടിയേറ്റ പല സ്ഥലവും പൊട്ടിയിട്ടുമുണ്ട്. ഡാലിയുടെ പുറത്ത് മുറിവ് പറ്റിയ സ്ഥലത്തേക്ക് ഡസ്റ്റിൻ ആ ക്രീം അപ്ലൈ ചെയ്യുകയാണ്. കഴുത്ത് മുതൽ കാൽപാദം വരെ അടി കിട്ടിയിട്ടുണ്ട്. ഒരു 7-8 അടിയെങ്കിലും മിനിമം ഡാലിക്ക് കിട്ടിയിട്ടുണ്ട്. ഡസ്റ്റിൻ ആ മുറിവിലൊക്കെ ക്രീം ഇട്ടുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് വാതിൽ തള്ളി തുറന്ന് 3-4 ആളുകൾ അകത്തേക്ക് വന്നു. അകത്ത് വന്നവരുടെ ഏറ്റവും മുന്നിലുള്ളത് സാക്ഷാൽ ഫ്ലോറൻസ് ആണ്. ഫ്ലോറൻസും ജെയിംസും ലൈറയൊക്കെ ഉണ്ട്. ലൈറ ബാറിൽ നിന്ന് മാറ്റ് ലാനിക്കൊപ്പം ഡാലി നിക്കോൾസിനെ കയറ്റിവിട്ട ആ നിമിഷം മുതൽ ശരിക്കും അസ്വസ്ഥയായിരുന്നു. മാറ്റ് ലാനി ഡാലിയുമായി ഡാലി നിക്കോൾസിന്റെ വീട്ടിലെത്താനുള്ള സമയം ആയെന്ന് മനസ്സിലായപ്പോൾ ലൈറ ആ ബാറിന്റെ മുന്നിൽ നിന്ന് തന്നെ ഫ്ലോറൻസിനെ വിളിച്ചു. മിസ് നിക്കോൾസൺ എത്തിയോ എന്നുള്ള ലൈറയുടെ ചോദ്യത്തിന് എത്തിയില്ല എന്നുള്ള മറുപടി കിട്ടിയതും ലൈറ അവരോട് പറഞ്ഞു, ആന്റി, മിസ് നിക്കോൾസൺ മദ്യപിച്ച് ശരിക്കും ബോധമില്ലാതെയാണ് ഇവിടുന്ന് പുറത്തേക്ക് പോയത്. മാറ്റ് ലാനിയുടെ കാറിലാണ് പുറത്തേക്ക് പോയത്. എനിക്കെന്തോ അസ്വസ്ഥ ഫീൽ ചെയ്യുന്നു. മാറ്റ് ലാനിക്കൊപ്പമാണ് ഡാലിയ നിക്കോൾസൺ പോയെന്ന് അറിഞ്ഞപ്പോ ലൈറയ്ക്ക് ഫ്ലോറൻസിന് ഉണ്ടാകുന്ന ഒരു സന്തോഷമല്ല യഥാർത്ഥത്തിൽ ഉണ്ടായത്. എന്തോ ഒരു അരുതാത്ത സംഭവിക്കാൻ പോവുകയാണെന്ന് ഒരു തോന്നൽ ലൈറയ്ക്ക് ഉണ്ടായത് കൊണ്ടാണ് ലൈറ ഫ്ലോറൻസിനെ വിളിച്ച് കാര്യം പറഞ്ഞത്. ലൈറ പറഞ്ഞത് കേട്ടതും ഫ്ലോറൻസും ജെയിംസും അവരുടെ വീട്ടിൽ നിന്ന് വാഹനത്തിൽ ആ ബാർ ഇരിക്കുന്ന ഭാഗത്തേക്ക് വന്നു. ലൈറ ഒരു ടാക്സി പിടിച്ചുകൊണ്ട് ബാറിന്റെ ഭാഗത്തുനിന്ന് ഡാലി നിക്കോൾസൺ പോയ വഴിയെ തിരിച്ചു. ആ 2 ടീമും ഹോട്ടൽ എലൈറ്റിന്റെ മുന്നിൽ എത്തിയപ്പോൾ അവിടെ മാറ്റിന്റെ കാറ് കിടക്കുന്ന കണ്ടാണ് വണ്ടി നിർത്തിയത്. മാറ്റിന്റെ കാർ അവിടെ ഉണ്ടെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അവിടെ ഡാലിയും മാറ്റും ഉണ്ടാകണമെന്നാണ്. ശരിക്കും ചങ്കിടിപ്പോടുകൂടിയാണ് അവർ ഓടി റിസപ്ഷനിൽ എത്തിയത്. അവിടെ വെച്ചാണ് മാറ്റ് ലാനി എടുത്തിരിക്കുന്ന മുറിയെക്കുറിച്ച് അവർ അറിഞ്ഞത്. അങ്ങനെയാണ് ആ ടീം ഇവിടെ ഇപ്പോ ഡാലിയും ഡസ്റ്റിനുമുള്ള മുറിയിലെത്തിയത്. മുറിക്കുള്ളിലേക്ക് കയറിയ ഫ്ലോറൻസ് ശരിക്കും ഞെട്ടിത്തെരിച്ചു പോവുകയാണ്. ഏതാണ്ട് അർത്ഥനഗ്നയായി കമിഴ്ന്നു കിടക്കുകയാണ് ഡാലിയ നിക്കോൾസൺ. ആ ഡാലിയ നിക്കോൾസന്റെ പുറത്ത് തടവിക്കൊണ്ടിരിക്കുകയാണ് ഡസ്റ്റിൻ റൈസ്. എടാ നീ എന്തായി ചെയ്യുന്നേ? പെട്ടെന്ന് ആ മുറിയിലേക്ക് കയറി വന്ന് ഉറക്കെ അങ്ങനെ ഫ്ലോറൻസ് ചോദിച്ചപ്പോ ഡസ്റ്റിന് ഒന്ന് അമ്പരന്നു. ഞാന് ഓയിൻമെന്റ് പുരട്ടുകയാണ്. ഓയിൻമെന്റ് പുരട്ടണം? നീ എന്താണ് ചെയ്തേ? നീ ഡാലി എന്താ ചെയ്തേ? ഡാലിയുടെ പുറത്ത് അടി വീണ പാടുകൾ വളരെ വ്യക്തമാണ്. ഡാലിയുടെ പുറത്ത് ഡസ്റ്റിൻ എന്തോ ക്രൂരമായി ചെയ്തിരിക്കുകയാണ്. മാറ്റ് ലാനിയുമായി ഡാലിക്ക് അടുപ്പമുള്ളത് മനസ്സിലാക്കിയ ഡസ്റ്റിൻ ഡാലിയോട് പ്രതികാരം ചെയ്യുന്നതാണ്. ആ ശൈലിയിലേക്ക് പെട്ടെന്ന് ആ ടീമിന്റെ ചർച്ചങ്ങ് മാറുകയാണ്. ജെയിംസും ഫ്ലോറൻസും ലൈറയും ഒക്കെ ആ ശൈലി സംസാരിച്ചു തുടങ്ങി. ലൈറയാണ് അതിൽ ആക്റ്റീവായി സംസാരിക്കാത്ത ആൾ. ഡസ്റ്റിൻ ഡാലിയ നിക്കോൾസിനെ അപകടപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുമ്പോൾ ആ മുറിയിലേക്ക് ഫ്ലോറൻസും ജെയിംസും ടീമും കടന്നു വന്നു എന്നുള്ള ശൈലിയിലായി അവരുടെ സംഭാഷണം. അത് കേട്ടപ്പോ ഡസ്റ്റിൻ എണീറ്റു. ഏയ് അങ്ങനെയല്ല സംഭവം, ഞാൻ വരുമ്പോ ഡാലി ഈ അവസ്ഥയിലാണ്. ഏയ് ഡസ്റ്റിൻ, ഇതിന് നീ മറുപടി പറഞ്ഞേ പറ്റൂ. നിന്നെ പോലീസിനെ വിട്ട് ഞാൻ പിടിപ്പിക്കും. അങ്ങനെ പറഞ്ഞിട്ട് ജെയിംസ് ഫോൺ എടുക്കുമ്പോഴേക്കും ഡസ്റ്റിൻ ജെയിംസിനെ തള്ളി മാറ്റി പുറത്തേക്ക് നടന്നു. ഡസ്റ്റിന് ഇനി അവരോട് സംസാരിക്കാൻ താല്പര്യമില്ലെന്ന് അവന്റെ പോക്ക് വിളിച്ചു പറയുകയാണ്. ഡസ്റ്റിൻ ആ മെഡിക്കൽ ബാഗും എടുത്താണ് പുറത്തേക്ക് നടന്നത്. ഡസ്റ്റിൻ പുറത്തേക്ക് പോകുമ്പോൾ ശരിക്കും ദേഷ്യത്തോടെ ജെയിംസും ഫ്ലോറൻസും
ഡാലിയും പുറത്തേക്ക് പോകുന്ന ഡസ്റ്റിനെ നോക്കുകയാണ്. അവർക്ക് ഡസ്റ്റിനെ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. ഡസ്റ്റിനെ ഒന്ന് തല്ലണമെന്ന് രണ്ടുപേർക്കും ഉണ്ട്. പക്ഷെ ഡസ്റ്റിന് പുറത്ത് കൈവയ്ക്കാനുള്ള ഒരു കപ്പാസിറ്റി അവർക്ക് ഇല്ലാത്തതുകൊണ്ട് മാത്രം രണ്ടുപേരും പല്ലിങ്ങനെ ചേർത്ത് പിടിക്കുകയാണ്. ഡസ്റ്റിൻ നേരത്തെ ഡാലിക്ക് ആ മരുന്ന് പുരട്ടുന്ന സമയത്ത് തന്നെ ഡാലിക്ക് ഒരു പിൽസ് കൂടെ കൊടുത്തിരുന്നു. ഏകദേശം ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ ഡാലിക്ക് സ്വബോധം വരുമെന്ന് ഡസ്റ്റിന് അറിയാം. അതുകൊണ്ട് കൂടിയാണ് ഡസ്റ്റിൻ അങ്ങ് പോയത്. ഡസ്റ്റിനെ കോട്ട് ഉപയോഗിച്ചതിനെ ഫ്ലോറൻസും ലൈറയും കൂടി ഡാലിയെ ഒന്ന് കവർ ചെയ്തെടുക്കുമ്പോഴേക്കും ഡാലിയ പതുക്കെ സ്വബോധത്തിലേക്ക് വന്നു തുടങ്ങി. ഡസ്റ്റിന് കൊടുത്ത മരുന്നിന്റെ ഇഫക്റ്റ് പതുക്കെ അനുഭവപ്പെട്ടു തുടങ്ങിയാണ്. ഡാലിയ കണ്ണു തുറക്കുമ്പോൾ അവൾ കാണുന്നത് ഫ്ലോറൻസിനെയും ലൈറയും ജെയിംസിനെയൊക്കെയാണ്. ഏയ്, നിങ്ങളെന്താ ഇവിടെ? ഡാലിയ, ഞങ്ങൾ സമയത്ത് വന്നോണ്ട് നീ രക്ഷപ്പെട്ടു. സമയത്ത് വന്നോണ്ട് രക്ഷപ്പെടുന്നു. എന്ത് എന്ത് എന്താ എന്താ സംഭവിച്ച? ഡാലിയ, ആ ഡസ്റ്റിൻ നിന്നെ ഉപദ്രവിക്കാൻ ശ്രമിക്കുകയായിരുന്നു. ഡസ്റ്റിൻ എന്നെ ഉപദ്രവിക്കാൻ ശ്രമിച്ചെന്നോ? അത് നിന്നെ റേപ്പ് ചെയ്യാൻ ശ്രമിക്കുകയായിരുന്നു. ഡസ്റ്റിനോ? ഡാലിയ നിക്കോൾസന് ആ വാചകം ശരിക്കും അമ്പരപ്പാണ് ഉണ്ടാക്കിയത്. ഡസ്റ്റിൻ റയാസ് അവളോട് അങ്ങനെ പെരുമാറില്ലെന്ന് അവൾക്ക് ആരും പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല. ആ ഡസ്റ്റിൻ അവള് റേപ്പ് ചെയ്യാൻ ശ്രമിച്ചു എന്ന് ജെയിംസ് പറഞ്ഞപ്പോ വിശ്വസിക്കാനാവാതെ ഡാലിയ അമ്പരപ്പോടെ ജെയിംസിനെയും ഫ്ലോറൻസിനെയും നോക്കുമ്പോൾ ഫ്ലോറൻസ് ഡാലിയോട് പറഞ്ഞു, അതെ ഡാലിയ, അതാണ് ശരി, അവൻ നിന്നെ ഉപദ്രവിക്കുകയായിരുന്നു. ലൈറയ്ക്ക് പക്ഷെ ഒരു കൺഫ്യൂഷൻ ഉണ്ട്. അവൾക്ക് ഡസ്റ്റിനെ അറിയാം. ഡസ്റ്റിനും ഡാലിയ നിക്കോൾസും തമ്മിലുള്ള ബന്ധം അലസുന്നതും ഡൈവേഴ്സ് ആകുന്നതൊക്കെ ലൈറയും കണ്ടതാണ്. ലൈറയാണ് ഡസ്റ്റിനെ കൊണ്ട് ആ കരാർ ഒപ്പിടിച്ചു വാങ്ങാനായി കൂടെ നടന്നത്. ഡസ്റ്റിനോട് കരാറിൽ ഒപ്പിടണമെന്ന് ആദ്യം ആവശ്യപ്പെട്ടത് ലൈറയാണ്. പക്ഷെ ഡസ്റ്റിൻ ചെയ്യില്ല എന്ന് ലൈറ വിശ്വസിക്കുന്ന ഒരു കാര്യമാണ് ഇതാ ഡസ്റ്റിന് മേൽ ആരോപിക്കപ്പെടുന്നത്. ജെയിംസും ഫ്ലോറൻസും ആ കാര്യം തീർത്തു പറഞ്ഞപ്പോ ഡാലിയ അവരോട് പറഞ്ഞു, ഏയ്, ഡസ്റ്റിൻ അങ്ങനെ ചെയ്യില്ല. അങ്ങനെ ഡാലിയ പറഞ്ഞപ്പോഴാണ് ജെയിംസിന്റെ കണ്ണിൽ ടിവിയുടെ പുറത്തിരിക്കുന്ന മൊബൈൽ ഫോൺ പെടുന്നത്. ഏയ്, ഇതാ ഒരു മൊബൈൽ ഫോൺ, ഇത് വീഡിയോ റെക്കോർഡിംഗ് ആണല്ലോ. സകലരും അമ്പരപ്പോടുകൂടി അപ്പോഴാണ് ആ മൊബൈലിലേക്ക് നോക്കുന്നത്. അവർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴും ആ മൊബൈലിൽ റെക്കോർഡിംഗ് നടക്കുകയാണ്. പെട്ടെന്ന് ഫ്ലോറൻസ് പറഞ്ഞു, അതെ അതെ, ഇതിനകത്ത് തെളിവ് കാണും. ആ ഡസ്റ്റിൻ നിന്നെ ചെയ്ത കാര്യങ്ങൾ ഇപ്പൊ ഇതിനകത്ത് കിട്ടും. അങ്ങനെ പറഞ്ഞിട്ട് അവർ ആ വീഡിയോ പ്ലേ ചെയ്തു തുടങ്ങി. വീഡിയോ പ്ലേ ചെയ്ത് തുടങ്ങുമ്പോഴാണ് അവർക്ക് കഥ വ്യക്തമാകുന്നത്. മാറ്റ് ലാനി ഡാലിയ നിക്കോൾസിനെ ഉപദ്രവിക്കുന്നതും അടിക്കുന്നതും അവളുടെ ഡ്രസ്സ് വലിച്ചഴിക്കാൻ ശ്രമിക്കുന്നതൊക്കെ വ്യക്തമായിട്ട് തന്നെ ആ വീഡിയോയിൽ പതിഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം ഡസ്റ്റിൻ അകത്തേക്ക് വന്നതും മാറ്റ് ലാനിയെ തല്ലുന്നതും കൃത്യമായി കാണാം. ഡസ്റ്റിൻ റയാസ് ആണ് ഡാലിയ നിക്കോൾസിനെ രക്ഷിച്ചെന്നുള്ള കാര്യം ഇപ്പോ വ്യക്തമാണ്. അതിനൊപ്പം മാറ്റ് ലാനിയുടെ ആ മുഖംമൂടി ഇതാ അഴിഞ്ഞു വീഴുകയാണ്. മാറ്റ് ലാനി ഡാലിയോട് സംസാരിക്കുന്നത് മുഴുവൻ അതിനകത്ത് പതിഞ്ഞിട്ടുണ്ട്. ഡാലിയെ അവൻ മോഹിച്ചിരുന്നുവെന്നും ഡാലിയെ സ്വന്തമാക്കാനായിട്ട് അവൻ ഒരുപാട് പരിപാടികൾ ഉണ്ടാക്കിയെന്നും അതൊക്കെ തടസ്സപ്പെടുത്തിയത് ഡസ്റ്റിനായിരുന്നു ഒക്കെ അവൻ പറയുന്ന വാചകങ്ങൾ അതുപോലെ തന്നെ ആ വീഡിയോയിൽ റെക്കോർഡായിട്ടുണ്ട്. ഡാലിയ നിക്കോൾസനുമായി ബന്ധപ്പെട്ട കഥ ഇവിടെ അങ്ങനെ നടക്കുമ്പോൾ ലാനി കുടുംബത്തിൽ മടങ്ങിയെത്തിയ ഫിലിപ്പ് ലാനി ശരിക്കും അസ്വസ്ഥനായി അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ്. അയാൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാൻ തുടങ്ങിയിട്ട് കുറെ നേരമായി. അയാൾ അയാളുടെ മകന് വേണ്ടിയാണ് വെയിറ്റ് ചെയ്യുന്നത്. മാറ്റ് ലാനി ചെയ്യാൻ പാടില്ലാത്ത കാര്യം ചെയ്താൽ പിന്നെ ലാനി കുടുംബം ഉണ്ടാകില്ല എന്നുള്ള ഡസ്റ്റിൻ റൈസിന്റെ ആ ഭീഷണി ഇപ്പോഴും അയാൾക്ക് ചെവി കേൾക്കാം. ഡസ്റ്റിന് അത്രയും ദേഷ്യം വരത്തക്ക ശൈലിയിൽ മാറ്റ് എന്തായിരിക്കാൻ ചെയ്തത്, അതിനെക്കുറിച്ചാണ് യഥാർത്ഥത്തിൽ ഫിലിപ്പ് ആലോചിക്കുന്നത്. ഫിലിപ്പ് പെട്ടെന്ന് എന്തോ ഓർമ്മ വന്നതുപോലെ മാറ്റിനെ വിളിച്ചു. മാറ്റിനെ ഫിലിപ്പ് വിളിച്ചപ്പോ ഫോൺ കട്ടായി. ഫോൺ സ്വിച്ച് ഓഫ് ആണ്. മാറ്റ് ലാനിയുടെ ഫോണ് യഥാർത്ഥത്തിൽ ഡാലി നിക്കോൾസൺ ജെയിംസിന്റെ കയ്യിൽ നിന്ന് പിടിച്ചു വാങ്ങിച്ച് തറയിലേക്ക് എറിഞ്ഞു പൊട്ടിക്കുകയായിരുന്നു. ആ വീഡിയോ അവൾ ശരിക്കും അങ്ങ് സ്തംഭിപ്പിച്ചിരിക്കുകയാണ്. ആ വീഡിയോ ഒരു കാരണവശാലും പുറത്തു പോകാൻ പാടില്ല എന്നുള്ള കാര്യം ഡാലിക്ക് അറിയാം. ഡാലിയെ ഏതാണ്ട് അർത്ഥനഗ്നയാക്കി ചിത്രീകരിച്ചിരിക്കുന്ന വീഡിയോ ആണ്. അവളുടെ പുറകുവശം ഏതാണ്ട് നഗ്നമായിട്ട് തന്നെ ആ വീഡിയോയിൽ പതിഞ്ഞിട്ടുണ്ട്. അത് കണ്ടതുകൊണ്ടാണ് ഡാലിയ ആ മൊബൈൽ പിടിച്ചു വാങ്ങിച്ച് തറയിലേക്ക് എറിഞ്ഞ് പൊട്ടിച്ചത്. അനവധി തവണ മാറ്റിനെ കോണ്ടാക്ട് ചെയ്യാൻ ഫിലിപ്പ് ശ്രമിച്ചിട്ടും മാറ്റിനെ കിട്ടാതെ വന്നപ്പോൾ ശരിക്കും ഒരു ടെൻഷൻ ഫിലിപ്പിന് ഉണ്ടായി തുടങ്ങി. സമയം ഇങ്ങനെ അതിവേഗം ഓടിപ്പോവുകയാണ്. ഏകദേശം ഒരു 2 മണിക്കൂറായി കാണും. സമയം രാത്രി 10 മണി. ആ സമയത്ത് ലാനി കുടുംബത്തിന്റെ ഗേറ്റിന് മുന്നിൽ ഒരു കറുത്ത കാർ വന്നു. ഒരു SUV ആണ്. ആ SUV നിന്ന് ഒരു ചാക്ക് കെട്ട് പെട്ടെന്ന് ആരും എടുത്ത് പുറത്തേക്ക് ഇട്ടു. ചാക്ക് കെട്ട് പുറത്തേക്ക് വീണതും ആ SUV അങ്ങ് ഓടിച്ചു പോവുകയും ചെയ്തു. ആ രംഗം കണ്ടുകൊണ്ട് നിൽക്കുകയായിരുന്ന ഗാർഡുകളോടായി ഫിലിപ്പ് പറഞ്ഞു, ആ എന്താ നോക്കുന്നത്? ഉടൻ തന്നെ ഗാർഡുകൾ ഓടിച്ചെന്ന് ആ ചാക്കിട്ട് എടുത്ത് ഫിലിപ്പിന്റെ മുന്നിൽ കൊണ്ടുവന്നു. ആ ചാക്കിട്ട് ശരിക്കും അനങ്ങുന്നുണ്ട്. പെട്ടെന്ന് ആ ചാക്കിട്ട് തുറന്നപ്പോൾ അതിനകത്ത് മാറ്റ് ലാനിയാണ്.
മാറ്റ് ലാനിയെ ഒരു പരുവത്തിൽ ആ ഗാർഡുകൾ തൂക്കി പുറത്തെത്തിക്കുമ്പോൾ അവൻ നിന്ന് വിറക്കുകയാണ്. ഒരു വല്ലാത്ത കാഴ്ചയാണ് ഇപ്പോൾ മാറ്റ് ലാനി. മാറ്റ് ലാനിയെ ഹണ്ടർ ആൻഡേഴ്സൺ കൊണ്ടുപോയി ആക്കിയത് ഒരു പ്രത്യേക ടീമിന്റെ അടുത്താണ്. ആ ടീം മെമ്പേഴ്സ് നഗരത്തിൽ കുപ്രസിദ്ധരാണ്. അവരൊക്കെ ഗേ അസോസിയേഷനിലെ അംഗങ്ങളാണ്. ആണുങ്ങൾ മാത്രമുള്ള അസോസിയേഷൻ, ആണുങ്ങളെ കല്യാണം കഴിക്കുന്ന ഒരു ടീം. ആ ടീമിന്റെ അടുത്തേക്കാണ് സാക്ഷാൽ മാറ്റ് ലാനിയെ ഹണ്ടർ ആൻഡേഴ്സൺ എത്തിച്ചത്. ഏകദേശം 2 മണിക്കൂറോളം ഹണ്ടർ ആൻഡേഴ്സൺ പുറത്ത് കാവലുണ്ടായിരുന്നു. അകത്ത് ആ ഗേ മെമ്പേഴ്സ് മാറ്റ് ലാനിയെ എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്തിരിക്കുകയാണ്. ആ ചിന്തകൾ മാറ്റ് ലാനിയുടെ മനസ്സിലൂടെ കടന്നു പോകുമ്പോൾ അവൻ നിന്ന് വിറയ്ക്കുകയാണ്. അവന്റെ ദേഹം മുഴുവൻ ഇത്രയും സമയവും ആ ഗേ മെമ്പേഴ്സിനായിരുന്നു. ഫിലിപ്പ് മാറ്റിനോട് ചോദിച്ചു, മാറ്റ് എന്തു പറ്റി? അച്ഛാ, അവന്റെ അച്ഛനോട് എന്താണ് നടന്നു പറയാൻ പോലും പറ്റാത്ത സാഹചര്യമാണ്. അവൻ ഒരുപാട് സ്ത്രീകളുമായി അടിച്ചുപൊളിച്ച് ജീവിച്ചിട്ടുള്ള ആളാണ്. ഒരുപാട് സ്ത്രീകളെ ചതിച്ച കക്ഷിയുമാണ്. പക്ഷെ ഇതുപോലെ അതിനൊരു പ്രതികാരം ഉണ്ടാകുമെന്ന് അവൻ സ്വപ്നത്തിൽ പോലും കരുതിയിരുന്നല്ല. അവന് നടക്കാൻ പറ്റുന്നില്ല. അവന്റെ ദേഹത്ത് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്തിരിക്കുകയാണ്. അവൻ കരഞ്ഞുകൊണ്ട് ഫിലിപ്പിനോട് പറഞ്ഞു, അച്ഛാ, ഇതൊക്കെ ആ ഡസ്റ്റിൻ ചെയ്തതാണ്. ഡസ്റ്റിനോ? അതെ അച്ഛാ, ഡസ്റ്റിൻ ആളുകളെ കൊണ്ട് ചെയ്യിപ്പിച്ചതാണ്. അച്ഛാ, അവനെ കൊല്ലണോ അച്ഛാ? അവനെ ഇഞ്ചിഞ്ചായി കൊല്ലണോ അച്ഛാ? അവനെ കഷ്ണമാക്കണം അച്ഛാ? മാറ്റ് അവരാവശ്യമുള്ള കാര്യങ്ങളൊക്കെ അങ്ങനെ സ്പീഡിലങ്ങ് പറയുകയാണ്. ശരിക്കും ഒരു ദേഷ്യം അത് കേട്ടപ്പോ ഫിലിപ്പിനും ഉണ്ടായി. ഫിലിപ്പിന്റെ കവിള് പൊട്ടിപ്പോകുന്ന ശൈലിയിലുള്ള ഒരു അടിയാണ് നേരത്തെ ഡസ്റ്റിനെ അടിച്ചത്. ആ നിമിഷം മുതൽ ഡസ്റ്റിനെ അയാൾ ഓങ്ങി വെച്ചതാണ്. ഇപ്പൊ ഇത് അയാളുടെ മകനെ വളരെ ക്രൂരമായി ഡസ്റ്റിൻ കൈകാര്യം ചെയ്തിരിക്കുകയാണ്. ഇതിന് പ്രതികാരം ചെയ്തേ പറ്റൂ. നേരത്തെ തന്നെ അയാളുടെ ബിസിനസിന്റെ തകർച്ചയിൽ ഡസ്റ്റിനുള്ള പങ്കിനെ കുറിച്ച് അയാൾക്കൊരു സംശയമുണ്ട്. ആ സംശയം യാഥാർത്ഥ്യമാണോ എന്ന് അയാൾക്ക് അറിയത്തില്ല. പക്ഷെ ഇത് യാഥാർത്ഥ്യമാണ്. അയാളുടെ മകനോട് മോശമായി പെരുമാറിയിരിക്കുന്നത് സാക്ഷാൽ ഡസ്റ്റിൻ റയസ് ആണ്. ആ ചിന്ത ഫിലിപ്പിന്റെ മനസ്സിലേക്ക് വന്നതും ഫിലിപ്പ് ഉടൻ തന്നെ അവിടെ ബോഡി ഗാർഡിനെ വിളിച്ചു. ഏയ്, എല്ലാവരും റെഡിയാകും, ആളുകളൊക്കെ വിളിച്ചു കൂട്ടാൻ. ഒരു വലിയ ടീമിനെ തന്നെ ഉണ്ടാക്കിയെടുത്തുകൊണ്ട് ആ ടീമുമായി ഡസ്റ്റിൻ റയസിനെ കാണാൻ പോകാനുള്ള ഒരു തീരുമാനത്തിലേക്കാണ് ഫിലിപ്പ് കടന്നിരിക്കുന്നത്. അയാളുടെ ആജ്ഞപ്രകാരം ഏകദേശം 2 ഡസനോളം ബോഡി ഗാർഡുകൾ അടുത്ത 1 മണിക്കൂർ കൊണ്ട് ആ ലാനി ബംഗ്ലാവിൽ ഉണ്ടായി. പല ഭാഗത്തുനിന്നായി കളക്ട് ചെയ്തവരാണ്. ഇനിയാണ് അവർക്ക് ഡസ്റ്റിൻ റയസിനെ നേരിടേണ്ടത്. ഡസ്റ്റിൻ റയസിന്റെ വീട്ടിലേക്ക് പോകാനായി അവർ റെഡിയാകുമ്പോൾ ഒരു കാർ വന്നു. ഒരു SUV തന്നെയാണ്. ആ SUV ഇറങ്ങിയ 3 പേർ ഫിലിപ്പ് ലാനിയും മാറ്റ് ലാനിയും നിൽക്കുന്ന ഭാഗത്തേക്ക് അങ്ങനെ നടന്നു വരികയാണ്. ഗേറ്റിലൂടെ ആ ബിൽഡിങ്ങിലേക്ക് നടന്നു വരുന്ന ആ ആഗതരെ കണ്ട ഫിലിപ്പ് ലാനിയും മാറ്റും ആ ബോഡി ഗാർഡുകളും ഒക്കെ ഒന്ന് സൂക്ഷിച്ചു നോക്കുമ്പോൾ അത് ഒരാളെ അവർക്ക് അറിയാം. അത് സാക്ഷാൽ ഹണ്ടർ ആൻഡേഴ്സനാണ്. ഹണ്ടർ ആൻഡേഴ്സനെ കണ്ടതും മാറ്റ് അയാളുടെ അച്ഛനോട് പറഞ്ഞു, അച്ഛാ, ഇയാളാണ് എന്നെ കൊണ്ടുപോയത്. ഹണ്ടർ ആൻഡേഴ്സൺ സ്വിൻഡനിലെ എല്ലാവരും അറിയുന്ന ഒരു ബിസിനസ്സുകാരനാണ്. അത് ഫിലിപ്പ് ലാനിക്ക് അറിയാം. ഹണ്ടർ, നീ എന്താ എന്റെ മകനോട് ചെയ്തത്? അങ്ങനെ ഫിലിപ്പ് ചോദിച്ചപ്പോ ഹണ്ടർക്കൊപ്പമുള്ള ശരിക്കും പൊക്കമുള്ള ഒരു മനുഷ്യൻ ഒരു ബാഡ്ജ് പെട്ടെന്ന് ഫിലിപ്പിന് നേരെ ഇട്ടു. ആ ബാഡ്ജ് ഫിലിപ്പിന്റെ പുറത്ത് തട്ടി താഴേക്ക് വീണു. താഴേക്ക് വീണ ബാഡ്ജ് കണ്ട ഫിലിപ്പ് കുനിഞ്ഞ് ആ ബാഡ്ജ് എടുത്തു. സ്വർണം കൊണ്ടുള്ള ഒരു ബാഡ്ജാണ്. ആ ബാഡ്ജിൽ ഒരു ഡ്രാഗന്റെ പടമുണ്ട്. ഡ്രാഗന്റെ വിരലുകൾ കൂട്ടിപ്പിടിച്ചിരിക്കുന്ന ഒരു പടമാണ്. ആ കൂട്ടിപ്പിടിച്ചിരിക്കുന്ന പടമുള്ള ബാഡ്ജിന്റെ മറുഭാഗത്ത് വളരെ വ്യക്തമായിട്ട് ഒരു വാക്ക് എഴുതിയിട്ടുണ്ട്, റയസ്. സ്വർണം കൊണ്ടുണ്ടാക്കിയ ബാഡ്ജിന്റെ ഒരു വശത്ത് റൈസ് എന്ന് എഴുതിയിട്ടുണ്ട്, മറുഭാഗത്ത് ഡ്രാഗന്റെ ആ കാൽപാദവുമുണ്ട്. അത് കണ്ട് ഫിലിപ്പ് ആ ബാഡ്ജിനെ ഒന്നുകൂടെ തൊട്ടു നോക്കുകയാണ്. ശരിക്കും ഒരു അമ്പരപ്പ് ആ ബാഡ്ജ് അയാളിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. റയസ് എന്ന സർനെയിമുള്ള അനവധി കുടുംബങ്ങളുണ്ട്. പക്ഷേ ഡ്രാഗന്റെ കാൽപാദമുള്ള ചിഹ്നം ഉപയോഗിക്കുന്ന റയസ് കുടുംബം അത് ഒന്നേ ഉള്ളൂ. ആ കുടുംബത്തെക്കുറിച്ച് ഫിലിപ്പ് ലാനിക്ക് അറിയാം. ആ റയസ് കുടുംബത്തിന്റെ എംബ്ലം ഇതാ അയാളുടെ കയ്യിലിരിക്കുകയാണ്. അമ്പരപ്പോടെ ആ എംബ്ലത്തിലേക്ക് നോക്കുന്ന അയാളോടായി ഹണ്ടർ ആൻഡേഴ്സൺ പറഞ്ഞു, ഏയ് ഫിലിപ്പ്, ഇതാരെന്നറിയാവോ? ശരിക്കും ആചാരബാഹുവായ ഒരാളാണ് ഹണ്ടർ ആൻഡേഴ്സന്റെ വലതുവശത്ത് നിൽക്കുന്നത്. അയാൾ വളരെ ശാന്തനായി നിൽക്കുകയാണ്. അയാളുടെ അസാധ്യമായ ശാന്തത തുടക്കം മുതൽ ഫിലിപ്പിന് ഒരു അമ്പരപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്. അയാളെ ചൂണ്ടിയാണ് ഹണ്ടർ ആൻഡേഴ്സൺ ഫിലിപ്പിനോട് അത് ആരാണെന്ന് അറിയാമെന്ന് ചോദിച്ചത്. അയാൾ അന്തം വിട്ട് ആ ശാന്തനായ മനുഷ്യൻ നോക്കുന്ന കണ്ടതും ഹണ്ടർ ആൻഡേഴ്സൺ ഫിലിപ്പിനോട് പറഞ്ഞു, ഇത് സർ ആൽബർട്ട്. അദ്ദേഹത്തെ ആളുകൾ വിളിക്കുക യമൻ എന്നാണ്.
റയസ് കുടുംബത്തിൽ 3 ജനറൽമാരാ ഉള്ളത്. യമൻ എന്ന് വിളിക്കപ്പെടുന്ന സർ ആൽബർട്ട്, പിന്നീട് സോഡ് മാസ്റ്റർ, മൂന്നാമൻ ഡ്രങ്കൻ മാനിയാട്ട്. ആ 3 പേരിൽ ഏറ്റവും ശക്തൻ യമൻ എന്ന് വിളിക്കപ്പെടുന്ന ആൽബർട്ട് ആണെന്ന് ഫിലിപ്പ് ലാനിക്ക് അറിയാം. ആൽബർട്ടിനെ അധികം ആരും കണ്ടിട്ടില്ല. ആൽബർട്ടിനെ കണ്ടവരാരും പിറ്റന്ന് സൂര്യനെ കണ്ടിട്ടില്ല എന്നൊരു കഥയുമുണ്ട്. ആൽബർട്ട് ഒരു വീട് സന്ദർശിച്ചാൽ അതിന് ഒറ്റ അർത്ഥമേ ഉള്ളൂ: അവിടെയുള്ള മുഴുവൻ ആളുകളും കൊല്ലപ്പെടും. അതുകൊണ്ടാണ് ആൽബർട്ടിനെ യമൻ എന്ന് വിളിക്കുന്നത്. ശരിക്കും ഒരു എക്സിക്യൂഷണറാണ്. നിയമം നടപ്പിലാക്കാനായി, മരണം വിതയ്ക്കാനായി, മരണം കൊയ്യാനായി സാക്ഷാൽ കാലൻ അവതരിക്കും പോലെയാണ് യമൻ എന്ന് വിളിപ്പേരുള്ള ആൽഫ്രഡ് രംഗത്ത് വരുന്നത്. തന്റെ വീടിലേക്ക് ഇതാ സാക്ഷാൽ സർ ആൽഫ്രഡ് എത്തിയിരിക്കുകയാണ്. അതിന്റെ അർത്ഥത്തെക്കുറിച്ച് ആലോചിച്ച് ഫിലിപ്പ് ലാനി പെട്ടെന്ന് താഴേക്ക് വീണു, മുട്ടിടിച്ച് വീഴുകയാണ്. ശരിക്കൊരു വിറയൽ അയാൾക്കുണ്ടായിട്ടുണ്ട്. ഏകദേശം 2 ഡസനോളം ബോഡി ഗാർഡുകൾ അവിടെ ഉണ്ട്. ആ ബോഡി ഗാർഡുകൾ നോക്കി നിൽക്കുകയാണ് ഫിലിപ്പ് ലാനി മുട്ടിടിച്ച് താഴേക്ക് വീണത്. അത് കണ്ടതും മാറ്റ് ലാനി ചോദിച്ചു, അച്ഛാ എന്താ ഇത്? എന്തിനാ ഇവരെ കണ്ട് പേടിക്കുന്നത്? മാറ്റ് മിണ്ടാതേടാ, അച്ഛാ എന്താ ഇത്? യവന്മാർ 3 പേരല്ലേ ഉള്ളൂ, നമ്മൾ ഇത്രയും പേരില്ലേ? മാറ്റ് ചോദിക്കുന്നത് ശരിയായ ചോദ്യമാണ്. അവിടെ 3 ആളുകളെ ഉള്ളൂ. ആ 3 പേരെ നേരിടാൻ 2 ഡസൻ ഗാർഡുകൾ വേണ്ട. ആ കാര്യം മാറ്റിന് അറിയാം. മാറ്റിന്റെ ഡയലോഗ് കേട്ടതും ആൽബർട്ട് ശരിക്കും മുഴക്കമുള്ള ശബ്ദത്തിൽ മാറ്റിനോട് പറഞ്ഞു, ഹേയ് കുഞ്ഞെ, നീ പറഞ്ഞ ശരിയാണ്. എണ്ണം കൊണ്ട് നിങ്ങളാ കൂടുതൽ, നമുക്കിപ്പോ ശരിയാക്കാം. അങ്ങനെ പറഞ്ഞിട്ട് ആൽബർട്ട് ഒന്ന് കൈകൊട്ടി. ആൽബർട്ട് ഒരു താളത്തിൽ കൈകൊട്ടിയതും പെട്ടെന്ന് എല്ലാവരും ഞെട്ടിച്ചുകൊണ്ട് അനവധി ആളുകൾ അകത്തേക്ക് വരികയാണ്. ആ ആളുകൾ ലാനി ബിൽഡിങ്ങിന്റെ പുറത്ത് റോഡിൽ ഉണ്ടായിരുന്നു എന്ന് ഇപ്പോഴാണ് അവർക്ക് വ്യക്തമാകുന്നത്. കടന്നു വരുന്ന ആഗതർ എന്താണെന്ന് നമുക്ക് മനസ്സിലാകുന്നത് അകത്തുണ്ടായിരുന്ന ഗാർഡുകളുടെ കയ്യിലെ ആയുധങ്ങൾ താഴെ വീഴുന്ന കാണുമ്പോഴാണ്. അകത്തേക്ക് വരുന്നതൊക്കെ ആചാരബാഹുക്കളായ ആളുകൾ, ശരിക്കും മാർഷൽ ആർട്സ് എക്സ്പെർട്സ് എന്ന് വിളിക്കാൻ കഴിയുന്ന ഒത്തിരിയേറെ ആളുകൾ അകത്തേക്ക് വന്നു. അവര് ആ ടീമിനെ മൊത്തം അങ്ങ് വളഞ്ഞു. ഏകദേശം 50ഓളം ആളുകളാണ് അകത്തേക്ക് വന്നത്. അകത്തുള്ള ആളുകളുടെ ഇരട്ടി ആളുകൾ. ആ ആളുകൾ മൊത്തം അവരങ്ങ് വളഞ്ഞത് മാറ്റ് വിറച്ചു തുടങ്ങി. വിറച്ചുപോയ മാറ്റ് അറിയാതെ അവന്റെ കാല് ഇരുഭാഗത്തേക്ക് മാറി. അവൻ മുട്ടിടിച്ച് താഴെ വീണു. ശരിക്കും അവൻ വിറയ്ക്കുകയാണ്. വിറയ്ക്കുന്ന മാറ്റിനോടായി ആൽബർട്ട് പറഞ്ഞു, ഇപ്പോ കണക്ക് ശരിയായില്ലേ? അതൊരു വാചകമാണ്. സർ ക്ഷമിക്കണം, അങ്ങ് ആരെന്ന് എനിക്ക് അറിയത്തില്ല, സർ ക്ഷമിക്കണം. മാറ്റ് അങ്ങനെ പറയുമ്പോ പുറകുവശത്ത് വെച്ചിരുന്ന ആൽബർട്ടിന്റെ കൈ പതുക്കെ മുന്നിലേക്ക് വരികയാണ്. ആ കൈയിൽ ഒരു വാളുണ്ട്. മാറ്റ് അമ്പരപ്പോടെ ആൽബർട്ടിനെ നോക്കുമ്പോ ആ വാള് അന്തരീക്ഷത്തിൽ ഒന്നിങ്ങനെ ചലിച്ചു. മാറ്റിന് ആ കാഴ്ച കാണാം. അവന്റെ അച്ഛൻ ഫിലിപ്പിന്റെ കഴുത്ത് അറ്റുപോകുന്ന കാഴ്ചയാണ് അവൻ കണ്ടത്. ഫിലിപ്പിന്റെ തല ഉടലിൽ നിന്ന് താഴെ വീണ് ഉരുണ്ട് അവന്റെ അടുത്തേക്ക് വന്നു. വാ പൊളിച്ച് ആ തലയിലേക്ക് നോക്കുന്ന മാറ്റ് കാണുന്നത് അവന്റെ കഴുത്തിലേക്ക് വരുന്ന ആ വാളാണ്. മാറ്റിന് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമ്പോൾ അവന്റെ തലയും ഉടലിൽ നറ്റു. ഏതാനും മിനിറ്റുകൾ കഴിഞ്ഞപ്പോൾ അവിടെ ഉണ്ടായിരുന്ന മുഴുവൻ ഗാർഡുകളുടെയും തല അറ്റിട്ടുണ്ട്. സകലരെയും കൊന്നൊടുക്കിയതിനു ശേഷം ആൽബർട്ട് ഹണ്ടോട് ചോദിച്ചു, ഈ ലാനി കുടുംബത്തിലെ മിൽസ്ബർഗിലെ ആ ഫാമിലിയിൽ ഇനി എത്ര പേരാ ബാലൻസ് ഉള്ളത്? സർ ആൽബർട്ട്, ഇനി 35 പേരുണ്ടാവും. ഓക്കെ, അവരാരും നാളെ സൂര്യോദയം കാണണ്ട. അതാണ് ആൽബർട്ട്. ലാനി കുടുംബം ഇനി ഈ ഭൂമിയിൽ ഉണ്ടാകണ്ട. ലാനി കുടുംബവുമായി ബന്ധമുള്ള മുഴുവൻ ആളുകളെ തീർക്കാൻ സർ ആൽബർട്ടിന്റെ ഉത്തരവ് കിട്ടിയതും അത് അങ്ങനെ തന്നെ നടപ്പിലാക്കപ്പെടുകയാണ്. പിറ്റേന്ന് രാവിലെ ഏകദേശം 10 മണിയായപ്പോ പീസ് മെഡിക്കൽ സെന്ററിൽ ഇരിക്കുകയായിരുന്ന ഡസ്റ്റിന് ഒരു കോള് വന്നു. കോള് വിളിച്ചത് റൂത്താണ്. മിസ്റ്റർ റൈസ്, ഒന്ന് ഇവിടം വരെ വരുമോ? എന്താ റൂത്ത്? മിസ്റ്റർ റൈസ്, ആകെ പ്രശ്നമാണ്, ഒന്ന് ഇവിടം വരെ വരണേ. റൂത്ത് ശരിക്കും ഭയന്നിട്ടാ വിളിക്കുന്നതെന്ന് അവളുടെ ശബ്ദം വിളിച്ചു പറയുന്നുണ്ട്. ഡസ്റ്റിൻ റൈസ് റൂത്ത് പറഞ്ഞതനുസരിച്ച് അവളുടെ വീട്ടിലെത്തുമ്പോൾ റൂത്ത് അയാളെ കാത്തു നിൽക്കുകയാണ്. റൂത്ത് ഡസ്റ്റിനെയും കൊണ്ട് നേരെ എത്തിയത് ഒരു ഹാളിലേക്കാണ്. ഒരു സ്വീകരണ മുറിയാണ്. അവിടേക്ക് ഡസ്റ്റിൻ കയറി വന്നതും ജെസ്സിക്ക ഡസ്റ്റിനോട് പറഞ്ഞു, ഡസ്റ്റിൻ, ഞാൻ നിന്നെ കാത്തിരിക്കുകയായിരുന്നു. ആന്റി, എന്തിനാ എന്നെ കാത്തിരുന്നേ? ഡസ്റ്റിൻ, നീ ഇപ്പോ തന്നെ ആ ഇമോർട്ടണലിന്റെ നിനക്കുള്ള ഷെയർ ഹാൻഡ് ഓവർ ചെയ്യണം. ആന്റി, എന്താ പറഞ്ഞേ? ഞാൻ പറഞ്ഞത് നിനക്ക് മനസ്സിലായില്ലേ? ഇമോർട്ടണലിന്റെ 50% ഷെയർ നിന്റെ പേരിലല്ലേ? ആ 50% ഷെയറും ഇപ്പൊ തന്നെ നീ ഹാൻഡ് ഓവർ ചെയ്യണം. ജെസ്സിക്കയുടെ ആ വാചകം കേട്ട് ഡസ്റ്റിൻ
ശരിക്കും ഒന്ന് ഞെട്ടിയിട്ടുണ്ട്. ഡസ്റ്റിൻ ഒന്നും മനസ്സിലാക്കാത്ത പോലെ ജെസ്സിക്ക് നോക്കുന്നുണ്ടതും ക്വിന്റിൻ ഡസ്റ്റിനോട് പറഞ്ഞു, ഏയ് ഡസ്റ്റിൻ, നിന്റെ പേരിൽ നടാഷ എഴുതി നൽകിയ ആ ഷെയർ തിരിച്ചെഴുതണമെന്നാണ് ആന്റി പറഞ്ഞത്. ജെസ്സിക്കയുടെ പേരിലേക്ക് ആ 50% ഷെയർ എഴുതി കൊടുക്കാനാണ് ജെസ്സിക്ക് ആവശ്യപ്പെടുന്നത്. അല്ലെങ്കിൽ ജെസ്സിക്ക പറയുന്ന ആളുടെ പേരിലേക്ക് എഴുതണം. കഥ ഇപ്പൊ ഏതാണ്ട് വ്യക്തമാണ്. കഥ കേട്ടതും ഡസ്റ്റിൻ ജെസ്സിക്കയോട് പറഞ്ഞു, ഹേയ്, അത് പറ്റില്ല. മിസ് നടാഷ ആവശ്യപ്പെട്ടാലേ എനിക്ക് ആ ഷെയർ മടക്കി എഴുതാൻ പറ്റൂ. നീ എന്താ കളിക്കുകയാണോ? നടാഷ പറഞ്ഞാലും നീ എഴുതോളാം. ജെസ്സിക്കയുടെ ശബ്ദം മാറുകയാണ്. ജെസ്സിക്ക ശബ്ദം ഉയർത്തിയതും റൂത്ത് ജെസ്സിക്കയോട് പറഞ്ഞു, അമ്മ, ഡസ്റ്റിനോട് അങ്ങനെ ചൂടാവേണ്ട കാര്യമൊന്നുമില്ല. ഡസ്റ്റിൻ പറഞ്ഞല്ലോ ഡസ്റ്റിന് എഴുതാൻ പറ്റില്ലെന്ന്. റൂത്ത് അത് പറഞ്ഞതും ക്വിന്റിൻ കയറി ഇടപെട്ടു. റൂത്ത്, നീ ആവശ്യമില്ലാതില്ലെന്ന് ഇടപെടരുത്. മിസ്റ്റർ ഡസ്റ്റിൻ ആ ഷെയർ ഹാൻഡ് ഓവർ ചെയ്തേ പറ്റൂ. ക്വിന്റിൻ അത് പറഞ്ഞതും ജെസ്സിക്കയും അത് ആവർത്തിച്ചു. അതെ, ഡസ്റ്റിൻ ഷെയർ ഹാൻഡ് ഓവർ ചെയ്തേ പറ്റൂ. ജെസ്സിക്കയും ക്വിന്റിനും വീണ്ടും വീണ്ടും അത് ആവർത്തിച്ചതും ഡസ്റ്റിൻ ജെസ്സിക്കയോട് പറഞ്ഞു, മാഡം, ഞാൻ പറഞ്ഞല്ലോ അത് പറ്റില്ല. നിങ്ങൾ പറയുന്നത് അംഗീകരിക്കാൻ എനിക്ക് പറ്റില്ല. ഡസ്റ്റിൻ, എന്തുകൊണ്ട് പറ്റില്ല? നീ എന്റെ മോളുടെ പുറകെ നടന്ന് അവളെ കമ്പനി അടിച്ച് അവളുടെ കയ്യിൽ നിന്ന് ആ 50% ഷെയർ വാങ്ങിച്ചെടുത്തല്ലേ? നിനക്ക് ആ ഷെയറിന് എന്താ യോഗ്യത ഉള്ളത്? നീ അല്ലെങ്കിൽ ആരാ ഒരു പ്രിസ്ക്രിപ്ഷൻ എടുത്ത് വെച്ച് ഒരു യോഗ്യതയാകൂ? 50% ഷെയറും ഇമോർട്ടോൾ ബിസിനസ്സിൽ ഇപ്പോ ഡസ്റ്റിൻ റൈസിന്റെ പേരിലാണ്. ഡസ്റ്റിൻ റൈസിന് 50% ഷെയറുള്ള ഇമോർട്ടോളിന്റെ സകല പ്രൊഡക്ഷൻ കാര്യങ്ങൾ നോക്കുന്നത് ഹാർമൺ ഫാമിലിയാണ്. സാധനങ്ങൾ പർച്ചേസ് ചെയ്യുന്നതും ഉണ്ടാക്കുന്നതും മാർക്കറ്റ് ചെയ്യുന്നതും എല്ലാം എല്ലാം ചെയ്യുന്നത് ഹാർമൺ ഫാമിലിയാണ്. അതിനകത്തൊന്നും ഡസ്റ്റിന് പ്രത്യേക റോളില്ല. എന്നിട്ടും ഡസ്റ്റിന് 50% ഷെയറും കൊടുത്തിരിക്കുകയാണ്. അത് അനീതിയാണ്. അതാണ് ജെസ്സിക്കയുടെ അഭിപ്രായം. ജെസ്സിക്കയും ക്വിന്റിനും ആ കാര്യം വ്യക്തമാക്കിയതും ഡസ്റ്റിൻ ജെസ്സിക്കയോട് പറഞ്ഞു, നോക്ക് മിസ് ഹാർമൺ എന്നെ സഹായിച്ചിട്ടുണ്ട്, അതിൽ ഒരു അഭിപ്രായ വ്യത്യാസവും എനിക്കില്ല. പക്ഷേ ഞാൻ ഇന്ന് നിൽക്കുന്ന പൊസിഷൻ ഞാൻ ആരുടെയും ഔദാര്യത്തിൽ നേടിയൊന്നുമല്ല. എൻ്റെ കഴിവിൽ ഞാൻ എത്തിച്ചേർന്ന പൊസിഷനാണ്. അതുകൊണ്ട് തന്നെ മിസ് ഹാർമൺ ആവശ്യപ്പെടാതെ ഈ ഷെയർ ഞാൻ ഒരാൾക്കും കൊടുക്കില്ല, ഞാൻ ഹാൻഡ് ഓവർ ചെയ്യില്ല. ഡസ്റ്റിൻ തീർത്തു പറഞ്ഞതും അതുവരെ നിശബ്ദനായിരുന്ന ഒരാള് സംസാരിച്ചു. മിസ്സസ് ഹാർമൺ, ഇപ്പോ കഥ വ്യക്തമാണല്ലോ. ശബ്ദം കേട്ട ഭാഗത്തേക്ക് ഡസ്റ്റിൻ ഒന്ന് നോക്കി. ഡസ്റ്റിന് അകത്തേക്ക് വരുമ്പോൾ അവിടെ ആ കസേരയിൽ ഒരാൾ ഇരിക്കുന്നത് ഡസ്റ്റിനെ കണ്ടതാണ്. ഡസ്റ്റിൻ പക്ഷേ ആ സമയം മുതൽ ജെസ്സിക്കയും ക്വിന്റിനും പറയുന്ന കാര്യങ്ങളിൽ ഇടപെട്ട് മറുപടി പറഞ്ഞുകൊണ്ടിരുന്നതുകൊണ്ട് ആ ആളെ അധികം ശ്രദ്ധിക്കാതിരുന്നതാണ്. അയാളെ കണ്ടതും ഡസ്റ്റിൻ ചോദിച്ചു, ഏയ്, ആരാ നിങ്ങൾ? മിസ് ഡസ്റ്റിൻ, നിങ്ങൾക്ക് കഥ മനസ്സിലാവാത്തതുകൊണ്ടാണ് നിങ്ങൾ അങ്ങനെ സംസാരിച്ചത് എനിക്ക് മനസ്സിലായി. ഞാൻ എന്നെ പരിചയപ്പെടുത്താം. ഞാൻ ബൗൾഡർ ഹോമിൽ നിന്നാ വരുന്നത്. ഞാൻ ബൗൾഡർ ഹോൺ ഗിൽഡിലെ മിസ്റ്റർ വില്യംസിന്റെ മകൻ ബോൾഡി വില്യംസ് ആണ്. ബൗൾഡർ ഹോൺ ബിൽഡ് സദേൺ മേഖലയിലെ പ്രസിദ്ധമായ മാർഷൽ ആർട്സ് അസോസിയേഷൻ ആണ്. ആ അസോസിയേഷന്റെ വൈസ് പ്രസിഡന്റ് ആണ് വില്യംസ്. ആ വില്യംസിന്റെ ഒരു മകനെ നേരത്തെ ഡസ്റ്റിൻ പരിചയപ്പെട്ടിട്ടുണ്ട് 2 തവണയായിട്ട്. അത് സാക്ഷാൽ കെൽവിൻ വില്യംസ് ആണ്. ഒരിക്കൽ ഹണ്ടറുടെ വീട്ടിൽ വെച്ചും മറ്റൊരു അവസരത്തിൽ ടിന ഹമറിന്റെ ബർത്ത്ഡേ ഫംഗ്ഷൻ നടക്കുന്ന ആ ഹാളിൽ വെച്ചും. ആ ഓർമ്മ മനസ്സിലുള്ള ഡസ്റ്റിൻ ബോൾഡിയോട് ചോദിച്ചു, ഓ, നിങ്ങൾ ബൗൾഡർ ഹോണിന്റെ ആളാണല്ലേ? അതെ, ഞാൻ ബൗൾഡർ ഹോണിന്റെ ആളാണ്. ഇപ്പോ മിസ്റ്റർ ഡസ്റ്റിനെ കഥ മനസ്സിലായി കാണും. ഡസ്റ്റിൻ, മിസ്സസ് ഹാർമൺ പറഞ്ഞതുപോലെ നിങ്ങൾ ആ ഷെയർ ബൗൾഡർ ഹോണിലേക്ക് എഴുതണം. ബൗൾഡർ ഹോണിന്റെ പേരിലാണ് ഷെയർ എഴുതേണ്ടതെന്ന് ഇപ്പോഴാണ് ഡസ്റ്റിന് മനസ്സിലായത്. ബോൾഡി അങ്ങനെ പറഞ്ഞതും ഡസ്റ്റിൻ ബോൾഡിയോട് പറഞ്ഞു, ഏയ് മിസ്റ്റർ ബോൾഡി, അത് പറ്റില്ല. നിങ്ങൾ ബൗൾഡർ ഹോണിന്റെ പേര് വെറുതെ ദുരുപയോഗം ചെയ്യുകയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ ചെയ്യാൻ ഞാൻ ഒരുക്കവുമല്ല. മിസ്സസ് ഹാർമൺ പറഞ്ഞാൽ മാത്രമേ ഞാൻ എന്തെങ്കിലും ചെയ്യൂ. ഏയ് ഡസ്റ്റിൻ, നീ എന്താ അഹങ്കാരത്തോടെ സംസാരിക്കുന്നത്? ഞാൻ ആരാണെന്ന് നിന്നോട് ഞാൻ പറഞ്ഞു കഴിഞ്ഞു, എന്നിട്ടും ഇത്ര അഹങ്കാരമോ? ഏയ്, നിങ്ങൾ ശബ്ദം ഉയർത്തിക്കൊണ്ടൊന്നും കാര്യമില്ല. ഞാൻ പറഞ്ഞത് പറഞ്ഞു. ഒരു കാരണവശാലും ഞാൻ ഷെയർ നിങ്ങൾക്ക് എഴുതി തരില്ല. വളരെ വ്യക്തമാണ് ഇപ്പോ ഡസ്റ്റിന്റെ അഭിപ്രായം. അത് കേട്ടതും ബാൾഡി ചാടി എണീറ്റു. ഏയ്, ഇതിന്റെ പരിണിത ഫലം നീ അറിയാൻ പോവുകയാണ്. അങ്ങനെ പറഞ്ഞുകൊണ്ട് അയാൾ പുറത്തേക്ക് നടക്കാൻ തുടങ്ങിയതും ഡസ്റ്റിൻ ഒന്ന് കൈകൊട്ടി വിളിച്ചു. ഹലോ, ഒന്ന് നിന്നേ. ഡസ്റ്റിൻ കൈകൊട്ടി വിളിച്ചതും ജെസ്സിക്കും ക്വിന്റിനും ഒക്കെ സന്തോഷമായി. ക്വിന്റിൻ ഡസ്റ്റിനോട് പറഞ്ഞു, ഇടാ, ഇപ്പൊ നിനക്ക് മനസ്സിലായില്ലേ? നീ ഭയന്നുപോയി.
ഇടാ ബൗൾഡർ ഹോണിനോട് എതിരിടുമ്പോ ഒന്ന് ശ്രദ്ധിക്കണ്ടേ. ജെസ്സിക്കയും ഉടൻ ഡസ്റ്റിനോട് പറഞ്ഞു, ഹാ ഡസ്റ്റിൻ, നിനക്ക് ഇപ്പോഴെങ്കിലും തെറ്റ് മനസ്സിലായല്ലോ, നീ ആ ഷെയർ വേഗം എഴുതി കൊടുക്കും. ജെസ്സിക്കയും ക്വിന്റിനും പറയുന്നത് കേട്ടതും ബാൾഡി ഡസ്റ്റിന്റെ അടുത്തേക്ക് വന്ന് ഡസ്റ്റിനോട് പറഞ്ഞു, ഏയ് ഞാൻ കരുതി നീ തീരെ മണ്ടനാണെന്ന്, ഇപ്പൊ എനിക്ക് മനസ്സിലായി നിനക്ക് വിവരമുണ്ടെന്ന്. അത് കേട്ടതും ഡസ്റ്റിൻ അയാളോട് പറഞ്ഞു, ഞാനേ ഷെയർ എഴുതി തരാനല്ല നിന്നോട് നിൽക്കാൻ പറഞ്ഞത്. നീ ഈ ഹാളിലേക്ക് കടന്നു വന്നു, ആരോട് ചോദിച്ചിട്ടാ വന്നതെന്ന് ഞാൻ ചോദിക്കുന്നില്ല. പക്ഷെ ഇവിടുന്ന് മടങ്ങണമെങ്കിൽ നിനക്ക് എന്റെ അനുവാദം വേണം. ഏയ് നീ എന്തായി പറയുന്നത്? ഞാൻ പറഞ്ഞ മനസ്സിലായില്ലേ? നിനക്ക് തോന്നുമ്പോ വരാനും പോകാനുമുള്ള സ്ഥലമല്ല ഇത്. ഡസ്റ്റിൻ എന്തായി പറയുന്നേ? ജെസ്സിക്കയും അതുപോലെ ക്വിന്റിനും ഒരുമിച്ച് ചോദിച്ചു പോവുകയാണ്. ആ ചോദ്യം അവർ ചോദിക്കുമ്പോ തന്നെ ദേഷ്യം കൊണ്ട് വിറച്ച ബാൾഡി കൈ നിവർത്തി ഒരൊറ്റ ഇടി. ഇടിച്ചു എന്ന് ചോദിച്ചാൽ കൈ നിവർത്തി ഡസ്റ്റിനെ ഇടിക്കാൻ അയാൾ ശ്രമിച്ചു എന്ന് പറഞ്ഞാൽ അതാണ് ശരി. അയാള് കൈ നിവർത്തി ഡസ്റ്റിനെ ഇടിക്കാൻ ശ്രമിച്ചതും ഡസ്റ്റിൻ കാലുയർത്തി ഒരൊറ്റ ചവിട്ട്. ആ ചവിട്ടേറ്റ ബാൾഡി ശരിക്കും തെറിച്ചു പോവുകയായിരുന്നു. തെറിച്ചുപോയ ബാൾഡി അമ്പരപ്പിക്കുന്ന ശൈലിയിൽ ആ മുറിയുടെ മൂലയിൽ ഉണ്ടായിരുന്ന വലിയൊരു വീപ്പയ്ക്കകത്തേക്ക് വന്നു വീണു. ഡസ്റ്റിൻ പന്തടിച്ച് ഒരു ബാസ്കറ്റിൽ ഇടുപോലെ ഒറ്റ ചവിട്ടിൽ അയാൾ തെറിപ്പിച്ചതാണ്. തെറിച്ചുപോയ ബാൾഡി തല കുത്തിനെ ഒരു ബൗളിനകത്തേക്ക് വീണു. അയാളുടെ തല അടിയിലും കാല് മുകളിലും. ആ കാഴ്ച തികച്ചും അമ്പരപ്പും നിശബ്ദതയും അവിടെ ഉണ്ടാക്കിയിരിക്കുകയാണ്. സകലരുടെ മുഖത്തും ഞെട്ടലുണ്ട്. റൂത്ത് പോലും ഞെട്ടിയിരിക്കുകയാണ്. ബാൾഡിയെ ഡസ്റ്റിൻ ആ ശൈലിയിൽ ആക്രമിക്കുമെന്ന് റൂത്ത് കരുതിയതല്ല. ജെസ്സിക്കയും ക്വിന്റിനും ഏതാണ്ടെന്ന് വിറയ്ക്കുന്നുണ്ട്. ബൗൾഡർ ഹോണിന്റെ വൈസ് പ്രസിഡന്റായ വില്യംസിന്റെ മകനെയാണ് ഡസ്റ്റിൻ തല്ലിയിരിക്കുന്നത്. തല്ലിയിരിക്കുന്നതോ ഹാർമൺ കുടുംബത്തിൽ വെച്ചുമാണ്. എന്ന് പറഞ്ഞാൽ ബൗൾഡർ ഹോണിന്റെ ദേഷ്യം ഹാർമൺ കുടുംബത്തിനെതിരെ വരും. ഈ ഡസ്റ്റിൻ കാരണം ഹാർമൺ കുടുംബം ഇതാ തകരാൻ പോവുകയാണ്. പലതരം ചിന്തകളാണ് ക്വിന്റിനും അതുപോലെ ജെസ്സിക്കയ്ക്കൊക്കെ ഉണ്ടാവുന്നത്. അതേപോലെ തന്നെയാണ് റൂത്തിനും ആ ചിന്തയുണ്ട്. റൂത്ത് ഡസ്റ്റിനോട് പറഞ്ഞു, ബ്രദറില്ല, ഇപ്രാവശ്യം ബ്രദറില്ല ചെയ്തത് കൂടിപ്പോയി. അവളുടെ സഹോദരി നടാഷയെ കല്യാണം കഴിക്കണമെന്ന് അവൾ ആഗ്രഹിക്കുന്ന ആളാണ് ഡസ്റ്റിൻ. ആ ഡസ്റ്റിന്റെ ഈ പ്രവൃത്തി അല്പം കടന്നുപോയി എന്നാണ് റൂത്തിന്റെ അഭിപ്രായം. അത് കേട്ടപ്പോ ഡസ്റ്റിൻ റൂത്തിനോട് പറഞ്ഞു, ഏയ് റൂത്ത്, ഇതൊന്നും കാര്യമാക്കണ്ട, ഇവരൊന്നും ഒന്നും അല്ല. ഡസ്റ്റിൻ അങ്ങനെ പറയുമ്പോഴേക്കും ആ മൂലയിലെ ബൗള് ചരിഞ്ഞ് അതിൽ നിന്ന് ബാൾഡി ഒരു പരുവത്തിൽ പുറത്തിറങ്ങി. അവനങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ് സംഭവിച്ചിരിക്കുന്നത്. ഡസ്റ്റിൻ റൈസിനെ പോലെ ഒരു മെല്ലിച്ച മനുഷ്യൻ അവനെ ആ ശൈലിയിൽ ചവിട്ടി തെറിപ്പിക്കുമെന്ന് അവൻ എങ്ങനെ കരുതുക? അവൻ ശരീരമൊക്കെ ഒന്ന് കുടഞ്ഞിട്ട് ഒന്ന് മുന്നോട്ട് വന്നു. ഇടാ, നീ അപ്രതീക്ഷിതമായി എന്നെ ചവിട്ടിയത് കൊണ്ട് ഞാൻ ശ്രദ്ധിച്ചില്ല, നിന്നെ ഞാൻ ഇപ്പൊ തീർക്കും. അങ്ങനെ പറഞ്ഞുകൊണ്ട് അവൻ കൈയൊക്കെ വിരിച്ച് ഒന്ന് മുന്നോട്ട് കുതിച്ചിട്ട് ഒരൊറ്റ ഇടി. പക്ഷേ ഇപ്രാവശ്യവും അവനെ ഇടിക്കണമെന്ന് ആഗ്രഹിക്കാനേ പറ്റിയുള്ളൂ. അതിനു മുന്നേ ഡസ്റ്റിന്റെ വലത് കൈയും അതുപോലെ ഇടത് കാൽമുട്ടും ഒരുമിച്ച് അവന്റെ പുറത്ത് പതിഞ്ഞു. വലത് കൈ അവന്റെ താടിയലിലും ഇടത് കാൽമുട്ട് അവന്റെ വയറ്റിലും ഒരുമിച്ച് പതിയുകയാണ്. ഇടിയേറ്റ ബാൾഡി ആ നിമിഷം തറയിലേക്ക് വീണു. ശരിക്കും അവനൊന്ന് കിടുങ്ങി പോവുകയാണ്. ഇടിയേറ്റ തറയിലേക്ക് വീണ ബാൾഡി വയറ് പൊത്തിപ്പിടിച്ചുകൊണ്ട് സാവധാനം എണീറ്റു. അവന് ഡസ്റ്റിനോട് ഇനി അടികൂടാൻ താല്പര്യമില്ല. പക്ഷേ അവൻ ഉറക്കെ പറഞ്ഞു, ഏയ് ഡസ്റ്റിൻ, നീ തീർന്നടാ, നിന്നെ ഞാൻ തീർക്കുപടാ. അങ്ങനെ ബാൾഡി പറഞ്ഞതും ക്വിന്റിൻ ഉറക്കെ പറഞ്ഞു, ഏയ് ബാൾഡി, പ്ലീസ് പ്ലീസ്, ഈ ഡസ്റ്റിനുമായിട്ട് ഞങ്ങൾക്ക് ഒരു ബന്ധവുമില്ല. ഈ ഡസ്റ്റിൻ ഞങ്ങളുമായി ബന്ധമുള്ള ആളല്ല. ദയവായി ഹാർമൺ കുടുംബത്തിലേക്ക് വലിച്ചിഴക്കരുത്. അങ്ങനെ പറഞ്ഞിട്ട് ക്വിന്റിൻ ഉടൻ തന്നെ ബോഡി ഗാർഡുകളെ വിളിച്ചു. ഏയ് ഇവരെ പിടിച്ചു കേട്ട്. കേൾക്കേണ്ട താമസം അവിടെ ആ ഹാളിൽ ഈ കാഴ്ചകൾ കണ്ടുകൊണ്ട് നിൽക്കുകയായിരുന്ന ബോഡി ഗാർഡുകൾ മുന്നോട്ട് കാൽ വെച്ചതും ഉറക്കെ ഒരു ശബ്ദം, ആർക്കാനുള്ള ധൈര്യമുള്ളത്? അങ്ങനെ ചോദിച്ചുകൊണ്ട് നടാഷ ഹാർമൺ അകത്തേക്ക് വന്നു. നടാഷയെ കണ്ടതും ജെസ്സിക്കയും അതുപോലെ ക്വിന്റിനും ഒന്ന് പരിങ്ങിയെങ്കിലും അവർ പെട്ടെന്ന് നടാഷയോട് പറഞ്ഞു, നടാഷ നീ കണ്ടോ, ഈ ഡസ്റ്റിൻ ബൗൾഡർ ഹോളുമായിട്ട് ഉടക്കി. ഡസ്റ്റിൻ കാരണം നമ്മുടെ കുടുംബം ആകെ പെടാൻ പോവുകയാണ്. ജെസ്സിക്കയും ക്വിന്റിനും അത് പറഞ്ഞതും നടാഷ കൈകൊണ്ട് അവർ വിലക്കിയിട്ട് ബൗൾഡർ ഹാളിന്റെ ആ ബാൾഡിയോട് പറഞ്ഞു, ഏയ് നീ ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ് ചെയ്തത്. ഇവിടെ വന്നിട്ട് ഞങ്ങളുടെ കമ്പനിയുടെ ഷെയർ ചോദിക്കാൻ നിനക്ക് എങ്ങനെയാ ധൈര്യം ഉണ്ടായേ? നടാഷ, നീ ആരോട് സംസാരിക്കുന്ന അറിയാവോ? ഞാൻ ആരോട് സംസാരിക്കുന്നു എന്ന് അറിഞ്ഞിട്ട് തന്നെയാണ് സംസാരിക്കുന്നത്. ഹാർമൺ കുടുംബത്തിന്റെ സ്വത്ത് നിനക്ക് വേണമെന്ന് പറയാൻ നിനക്ക് എന്താ അവകാശം? അല്ലെങ്കിൽ നീ ആരാ അത് ചോദിക്കാൻ? അങ്ങനെ നടാഷ ചോദിച്ചതും അവൻ പെട്ടെന്ന്
ഒരു കവറ് വലിച്ചെടുത്ത് നടാഷയുടെ പുറത്തേക്ക് ഇട്ടു. നടാഷയുടെ പുറത്തേക്ക് വീണ കവറ് റൂത്ത് കുരിഞ്ഞെടുത്തു. അതിനകത്ത് ഒരു ലെറ്ററാണ്, വില്യംസ് എഴുതിയിരിക്കുന്ന ലെറ്ററാണ്. നടാഷയുടെ ഹാർമൺ കുടുംബത്തിനെ വെല്ലുവിളിച്ചുകൊണ്ട് വില്യംസ് എഴുതിയിരിക്കുന്ന കത്താണ്. ഒരു ഫൈറ്റിന് ഹാർമൺ കുടുംബത്തെ ബൗൾഡർഹോൺ വെല്ലുവിളിച്ചിരിക്കുകയാണ്. മാർഷൽ ആർട്സ് മേഖലയിൽ പല പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാക്കുന്നത് റിങ്ങിലാണ്. ആ റിങ്ങിലേക്ക് ഹാർമൺ കുടുംബത്തെ ഇതാ ബൗൾഡർഹോൺ വിളിച്ചിരിക്കുകയാണ്. റൂത്ത് ആ കത്ത് വായിച്ചതും ബോൾഡി നടാഷയോട് പറഞ്ഞു, നടാഷ, ഞാൻ ഈ കത്ത് തരാനാണ് ഇവിടെ വന്നത്. എന്റെ അച്ഛൻ നിനക്ക് ഒരു വാണിംഗ് നൽകുകയാണ്. ഒന്നുകിൽ ഈ കത്ത് സ്വീകരിച്ചിട്ട് നീ റിങ്ങിലെത്തണം നിന്റെ ആളുകളുമായി, അല്ലെങ്കിൽ നീ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 50% ഷെയർ ഞങ്ങൾക്ക് എഴുതി തരണം. ശരിക്കും ഒരു പക്കാ ഭീഷണിയാണ്. കയ്യൂക്കന്റെ ബലത്തിൽ കാര്യം നേടാനുള്ള ഒരു പരിപാടി. ബൗൾഡർഹോൺ സദൻ മേഖലയിലെ ഏറ്റവും വലിയ മാർഷൽ അസോസിയേഷനാണ്. ഒരുപാട് ആളുകൾ അവരുമായി കണക്ട് ആണ്. ആ ആളുകളുടെ ശക്തി ഉപയോഗിച്ചുകൊണ്ട് ബിസിനസ് പിടിച്ചെടുക്കാനുള്ള ഒരു ബോധപൂർവമായ ശ്രമം, സകല നിയമങ്ങളെയും മറികടന്നുകൊണ്ടുള്ള ഒരു പരിപാടി. അവന്മാർക്കെതിരെ പരാതിപ്പെട്ടാലും കാര്യമില്ല എന്നുള്ളത് കൊണ്ടാണ് ആരും അവർക്കെതിരെ പരാതിപ്പെടാത്തത്. കഥ ഏതാണ്ട് വ്യക്തമാണ്. നടാഷ അയാളോട് പറഞ്ഞു, ഏയ് ബാൾഡി, നിന്റെ വെല്ലുവിളി ഞാൻ സ്വീകരിക്കുന്നു. നടാഷ അത് പറഞ്ഞപ്പോ അക്ഷരാർത്ഥത്തിൽ ജെസ്സിക്കയും ക്വിന്റിനൊക്കെ ഞെട്ടുകയാണ്. ബൗൾഡർഹോണിനോട് പിടിച്ചു നിൽക്കാൻ നടാഷ ഹാർമണ് പറ്റില്ല എന്ന് അവർക്ക് നന്നായിട്ട് അറിയാം. ഹാർമൺ കുടുംബത്തിലെ ആർക്കും തന്നെ അതിനുള്ള കപ്പാസിറ്റി ഇല്ല. നടാഷ അത് പറഞ്ഞതും ബാൾഡി ഒന്ന് ചിരിച്ചു. ഏയ് നടാഷ, നീ സമ്മതിച്ച സ്ഥിതിക്ക് ഇനി നമുക്ക് നീട്ടിവെക്കണ്ട. ഇന്ന് രാത്രി 8 മണിക്ക് സ്വിൻഡറിലെ ഞങ്ങളുടെ വില്യംസ് ജിമ്മിൽ നമുക്ക് കണ്ടുമുട്ടാം. ബൗൾഡർഹോൺ ഗിൽഡിന് സ്വിൻഡറിൽ അനവധി ജിമ്മുകളുണ്ട്. ആ ജിമ്മുകളിൽ ഒന്ന് വില്യംസ് ജിമ്മാണ്. അവിടെ വെച്ച് ഏറ്റുമുട്ടാമെന്നാണ് ബാൾഡി നടാഷയോട് പറഞ്ഞത്. അത് കേട്ടതും നടാഷ ബാൾഡിയോട് പറഞ്ഞു, ഓക്കെ, നമുക്ക് 8 മണിക്ക് അവിടെ വെച്ച് കാണാം. ശരിക്കും സന്തോഷത്തോടു കൂടി ബാൾഡി അത് കേട്ടതും മുറിന്ന് പുറത്തേക്ക് ഇറങ്ങി. അവൻ ഉദ്ദേശിച്ച കാര്യം നടന്നിരിക്കുന്നു. നടാഷയെ ഭീഷണിപ്പെടുത്തി ഷെയർ എഴുതി വാങ്ങാൻ കഴിയില്ലെന്ന് അവൻ അറിയാം. നടാഷ നിയമപരമായി നേരിടാനോ അല്ലെങ്കിൽ മറ്റാളുകളുടെ സപ്പോർട്ട് നേടാനോ ശ്രമിക്കുമെന്നാണ് അവൻ കരുതിയത്. പക്ഷേ അവന്റെ പ്രതീക്ഷയ്ക്ക് വിരുദ്ധമായി ഇതാ നടാഷ ഫൈറ്റിന് സമ്മതിച്ചിരിക്കുകയാണ്. അന്ന് രാത്രി 8 മണിക്ക് നടക്കുന്ന ഫൈറ്റിൽ നടാഷയുടെ ടീമിൽ നിന്ന് ആര് വന്നാലും തോൽപ്പിക്കാൻ ബൗൾഡർഹോണിന് എളുപ്പം പറ്റും. ആ സന്തോഷത്തോടെയാണ് ബാൾഡി ആ വീട്ടിൽ നിന്ന് മടങ്ങുന്നത്. ബാൾഡി പോയി കഴിഞ്ഞതും ജെസ്സിക്ക നടാഷയോട് ചോദിച്ചു, നടാഷ, നീ എന്തായി ചെയ്തത്? ബൗൾഡർഹോണിനോട് നമ്മളെങ്ങനെ എതിരിടും? അമ്മ, ഒന്നും കാണാതെ ഞാൻ ആ ഫൈറ്റിന് സമ്മതിക്കുന്നു നമ്മ കരുതുന്നുണ്ടോ? നടാഷ, നീ? അമ്മ, ഞാൻ ഒരാളെ കൊണ്ടുവന്നിട്ടുണ്ട്. അങ്ങനെ നടാഷ പറഞ്ഞതും അകത്തേക്ക് ഒരാൾ നടന്നു വന്നു. നല്ല വെളുത്ത തലമുടിയാണ് അയാളുടെ പ്രത്യേകത. എല്ലാ മുടിയും ഏതാണ്ട് നനച്ചിട്ടുണ്ടെന്ന് പറയാം. ഏതാണ്ട് ഷോൾഡർ ഒപ്പം മുടിയുണ്ട്. നല്ല പൊക്കമുണ്ട്. നല്ല പൊക്കം എന്ന് പറയുമ്പോൾ 6 അടിക്ക് മുകളിൽ പൊക്കമുണ്ട്. കറുത്ത ഒരു ഡ്രസ്സാണ് അയാൾ ധരിച്ചിരിക്കുന്നത്. നല്ല വിരിഞ്ഞ മാറിടമാണ്. അയാളുടെ മറ്റൊരു പ്രത്യേകത ലേശം വളഞ്ഞ ഒരു മൂക്കാണ്. നല്ല നീളമുള്ള മൂക്കാണ്, പക്ഷെ അല്പം വളഞ്ഞിട്ടുണ്ട്. കിളികളുടെ ചുണ്ടുപോലെ വളഞ്ഞിരിക്കുന്ന ഒരു മൂക്ക്. ശരിക്കും കൗതുകം ഉണർത്തുന്ന ഒരു മുഖമാണ്. പക്ഷെ അയാൾ അകത്തേക്ക് വന്നപ്പോൾ അകം മുഴുവൻ തണുത്തുപോലൊരു ഫീലും, ശരിക്കും അയാൾക്കൊരു ശക്തിയുള്ള ഒരു ഫീൽ. അയാളെ കണ്ട ക്വിന്റിൻ അമ്പരപ്പോടെ അയാൾ നോക്കുമ്പോൾ നടാഷ ജെസ്സിക്കയോട് പറഞ്ഞു, അമ്മ, ഇതാണ് കിങ് ഓഫ് കിക്സ്. കിങ് ഓഫ് കിക്സ് എന്ന വ്യക്തിയാണ് അകത്തേക്ക് വന്നിരിക്കുന്നത്. കാലുകൊണ്ട് കിക്ക് ചെയ്യുന്നതിൽ, തൊഴിക്കുന്നതിൽ ഒരു രാജാവെന്ന് വിളിപ്പേരുള്ള സാക്ഷാൽ കിങ് ഓഫ് കിക്സ് ഇതാ വന്നിരിക്കുകയാണ്. രാജ്യത്തെ ഏറ്റവും പ്രഗത്ഭരായ 100 ആളുകളുടെ ലിസ്റ്റ് ഉണ്ട്. ആ ലിസ്റ്റിനെ 100 ഇമോർട്ടൽസ് എന്നാ വിളിക്കുക. ആ 100 ഇമോർട്ടൽസിലെ 9ാം റാങ്കുകാരനാണ് സാക്ഷാൽ കിങ് ഓഫ് കിക്സ്. ആ കഥ ക്വിന്റിന് അറിയാം. കിങ് ഓഫ് കിക്സ് എന്ന് കേട്ടതും ക്വിന്റിൻ നിന്ന സ്ഥലത്ത് നിന്ന് ചാടി പോവുകയാണ്. നടാഷ, നമ്മൾ ജയിച്ചു. കിങ് ഓഫ് കിക്സ് അവരുടെ കൂടെ ഉണ്ടെങ്കിൽ ഇനി ബൗൾഡർഹോൺ അവർക്കൊരു വിഷയമേ അല്ല. ക്വിന്റിൻ ശരിക്കും നടാഷയെ അഭിനന്ദിക്കുകയാണ്. നടാഷയെ ശരിക്കും വാതോരാതെ ക്വിന്റിൻ അഭിനന്ദിച്ചതും നടാഷ ക്വിന്റിനോട് പറഞ്ഞു, നിനക്ക് ഈ ബൗൾഡർഹോണുമായി ഉള്ള ബന്ധത്തെക്കുറിച്ച് എനിക്ക് ചില സംശയങ്ങളുണ്ട്. നടാഷ, ഞാൻ അതേക്കുറിച്ച് നമുക്ക് പിന്നീട് ആലോചിക്കാം. ജെസ്സിക്കയും റൂത്തും അതുപോലെ ക്വിന്റിനും ഒക്കെ കിങ് ഓഫ് കിക്സ് തന്നെ അങ്ങനെ നോക്കുകയാണ്. ശരിക്കും ആചാരബാഹുവായ അയാൾ അവരുടെ എല്ലാം ആത്മവിശ്വാസം ഒരുമിച്ച് കൂട്ടിയിരിക്കുകയാണ്. കിങ് ഓഫ് കിക്സിന് വിശ്രമിക്കാനുള്ള മുറി അറേഞ്ച് കൊടുത്തതിന് ശേഷം നടാഷ ഡസ്റ്റിനോട് പറഞ്ഞു, ഡസ്റ്റിൻ, നമുക്ക് വൈകിട്ട് ഈ ഫൈറ്റിന് പോകണം. വൈകുന്നേരം 7 മണിക്ക് ഡസ്റ്റിൻ റയസും റൂത്തും കൂടിയാണ് ആ വില്യംസ് ജിമ്മിൽ എത്തിയത്.
വില്യംസ് ജിമ്മിലേക്ക് അവരെത്തുമ്പോൾ ഒരുപാട് ആളുകൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ബൗൾഡർ ഹോൺകാരും മനഃപൂർവ്വം അന്ന് നടക്കുന്ന ഫൈറ്റിനെ കുറിച്ച് പരമാവധി ആളുകളെ അറിയിച്ചിരിക്കുകയാണ്. ഹാർമൺ കുടുംബത്തിന്റെ കയ്യിൽ നിന്ന് സ്വത്ത് പിടിച്ചെടുക്കുമ്പോൾ അത് നിയമപരമായിട്ടാണ് ചെയ്തതെന്ന് ആളുകളെ അറിയിക്കാനുള്ള ബോധപൂർവമായ ഒരു ശ്രമം അവർ നടത്തിയിരിക്കുകയാണ്. നാളെ അതുമായി ബന്ധപ്പെട്ട് നിയമപരമായ കേസൊന്നും ഉണ്ടാകരുതെന്ന് അവർക്ക് നിർബന്ധമുണ്ട്. അനവധി ആളുകൾ അന്ന് നടക്കാൻ പോകുന്ന ഫൈറ്റിനെ കുറിച്ച് അറിഞ്ഞ് അങ്ങോട്ട് ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. ആ വില്യംസ് ജിം ഇരിക്കുന്ന പ്ലേസ് ശരിക്കും വിശാലമാണ്. സെൻട്രലൈസ് ചെയ്ത റിങ്ങും ചുറ്റും ബാൽക്കണിയുമായിട്ടുള്ള ഒരു വലിയ പ്ലേസ്. ആളുകൾക്ക് ഇരിക്കാനുള്ള എല്ലാ സംവിധാനങ്ങളും അവിടെ ഉണ്ട്. റിഫ്രഷ്മെന്റ് സംവിധാനങ്ങളും ഉണ്ട്. ശരിക്കും ഒരു എന്റർടൈൻമെന്റ് ഏരിയ എന്ന് പറയാം. റൂത്തും ഡസ്റ്റിനും ആ ബാൽക്കണിയിൽ ഒരു സ്ഥലത്തു നിന്നിരുന്നു. ആ ബാൽക്കണിയിൽ ഇരുന്ന ഡസ്റ്റിനും റൂത്തും ചുറ്റും ഒന്ന് നിരീക്ഷിക്കുമ്പോൾ കുറച്ച് ചെറുപ്പക്കാർ അവരുടെ അടുത്തേക്ക് വന്നു. ആ ചെറുപ്പക്കാർ റൂത്തിനെ കണ്ടിട്ടാണ് അങ്ങോട്ട് വന്നത്. റൂത്ത് ഒരു സുന്ദരിയാണല്ലോ, അതുകൊണ്ട് പതുക്കെ റൂത്തിന്റെ അടുത്തേക്ക് വന്നതാണ്. റൂത്ത് സുന്ദരനായ ഒരു ചെറുപ്പക്കാരോട് സംസാരിച്ചിരിക്കുന്ന കണ്ടപ്പോൾ അവന്മാർക്ക് ഒരു ലേശൊരു വിഷമം. അവർ പതുക്കെ അവിടെ ഇരുന്നോണ്ട് ഡസ്റ്റിനെ കളിയാക്കുന്ന ശൈലിയിൽ സംസാരിച്ചു തുടങ്ങിയാണ്. ഡസ്റ്റിനും റൂത്തും അവരുടെ സംഭാഷണങ്ങൾക്ക് വലിയ പ്രാധാന്യം കൊടുക്കാതെ മറ്റു കാര്യങ്ങളൊക്കെ പറഞ്ഞങ്ങനെ ഇരിക്കുകയാണ്. പല ശൈലിയിലുള്ള ആളുകൾ വരികയാണ്. പതുക്കെ പതുക്കെ സമയം ഇങ്ങനെ ഓടിപ്പോകുന്നു. സമയം 7:50 നടാഷ ഹാർമണും ജെസിക്കയും ക്വിന്റിനും സ്റ്റീവൻ ചാപ്മാനും വാംഗ്ലിയും കിങ് ഓഫ് കിക്സും എത്തി. നടാഷയും ടീമും ബോക്സിലേക്ക് കടന്നപ്പോൾ നടാഷ ഓഡിയൻസിനിടയിലൂടെ നോക്കിയപ്പോൾ ഡസ്റ്റിനെ കണ്ടു. ഡസ്റ്റിനെ കണ്ടതും നടാഷ ഡസ്റ്റിനോട് പറഞ്ഞു, ഡസ്റ്റിൻ പ്ലീസ് കം. നടാഷ വിളിച്ചതും റൂത്തും ഡസ്റ്റും കൂടി അവിടെ നേടിയിട്ടു. നടാഷ ഹാർമണെ പോലുള്ളൊരു സുന്ദരി ഡസ്റ്റിനെ വിളിക്കുന്ന കേട്ടപ്പോൾ ഡസ്റ്റിനെ അതുവരെ കളിയാക്കിക്കൊണ്ടിരുന്ന ചെറുപ്പക്കാർക്ക് ലേശൊരു വിഷമമുണ്ട്. ഡസ്റ്റിൻ റൂത്ത് ഒന്നിച്ച് ആ ബോക്സിലെത്തി. ഡസ്റ്റിനെ നടാഷ ബോക്സിലേക്ക് വിളിച്ചത് കണ്ടപ്പോൾ ക്വിന്റിന് ലേശൊരു വിഷമമുണ്ട്. നടാഷയുടെ തൊട്ടടുത്തുള്ള സീറ്റാണ് ഡസ്റ്റിന് ഓഫർ ചെയ്തത്. റൂത്ത്, ഡസ്റ്റിൻ, നടാഷ ഈ ക്രമത്തിലാണ് ഇരിക്കുന്നത്. നടാഷയുടെ തൊട്ടടുത്ത് ക്വിന്റിനുണ്ട്. ക്വിന്റിന്റെ അടുത്ത് ജെസിക്ക. ഇങ്ങനെയാണ് ആ വരി. അതിന്റെ പുറകിലായി സ്റ്റീവൻ ചാപ്മാനും വാംഗ്ലിയും കിങ് ഓഫ് കിക്സുമാണ്. പിന്നെ കുറച്ച് ബോഡി ഗാർഡ്സും ഉണ്ട്. നടാഷയുടെ ടീമെല്ലാം വന്ന് ഇരിപ്പുറപ്പിച്ചതും ബ്രോഡി വില്യംസ് ഉറക്കെ നടാഷയോട് ചോദിച്ചു, നടാഷ നിങ്ങൾ റെഡിയല്ലേ? അതെ, ഞങ്ങൾ റെഡിയാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് എഗ്രിമെന്റ് ഒപ്പിടാം. ബ്രോഡി വില്യംസ് തയ്യാറാക്കി കൊണ്ടുവന്ന എഗ്രിമെന്റ് നടാഷ ഒന്ന് വായിച്ചു നോക്കി സൈൻ ചെയ്തു. സമയം കൃത്യം 8 മണിയായപ്പോൾ ഫൈറ്റ് ആരംഭിക്കുകയാണ്. നടാഷ ഹാർമണെ പ്രതിനിധീകരിച്ചുകൊണ്ട് റിങ്ങിലേക്ക് കയറിയത് സാക്ഷാൽ സ്റ്റീവൻ ചാപ്മാനാണ്. സ്റ്റീവൻ ചാപ്മാൻ കടന്നു വരുമ്പോൾ സ്റ്റീവനെ കുറിച്ച് അനൗൺസ്മെന്റ് ഒക്കെ ഉണ്ട്. വളരെ ആലങ്കാരികമായിട്ട് സ്റ്റീവനെ അടിച്ചു പൊഴുത്തി ആളുകൾ അങ്ങനെ പറയുമ്പോൾ ബ്രോഡിയുടെ ഭാഗത്ത് നിന്ന് ഒരാളെ അകത്തേക്ക് വിട്ടു. അയാള് അകത്തേക്ക് വരുമ്പോൾ അതുവരെ ആർത്ത് വിളിച്ചത് ജനം പെട്ടെന്നങ്ങ് നിശബ്ദരായി. 6 അടിക്ക് മുകളിൽ പൊക്കമുള്ള ഒരു മല പോലുള്ള ഒരു മനുഷ്യനാണ് അകത്തേക്ക് വന്നത്. അകത്തേക്ക് വന്ന ആ മനുഷ്യന്റെ കയ്യിൽ വലിയൊരു ആട്ടിൻ കാലുണ്ട്. പൊരിച്ചെടുത്ത ആടിന്റെ കാല് കടിച്ചു പിടിച്ചുകൊണ്ടാണ് അയാൾ അകത്തേക്ക് വരുന്നത്. അയാളെ കുറിച്ച് അനൗൺസ്മെന്റ് നടക്കുമ്പോൾ അയാൾ അതൊന്നും ശ്രദ്ധിക്കുന്നില്ല. അയാളെ കാല് കടിച്ചു പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. അനൗൺസ്മെന്റ് കഴിഞ്ഞതും കൃത്യം 8 മണിക്ക് ബെല്ല് റിങ് ചെയ്തു. ബെല്ല് റിങ് ചെയ്തതും ആ മാംസകക്ഷ കടിച്ചു പിടിച്ചുകൊണ്ടിരിക്കുന്ന അയാളുടെ അടുത്തേക്ക് സ്റ്റീവൻ ചാപ്മാൻ ഒന്ന് കുതിച്ചു. ഓടിച്ചെന്ന് സ്റ്റീവൻ ചാപ്മാൻ കൈകൊണ്ട് ആഞ്ഞൊരു അക്ഷയിടി. സ്റ്റീവൻ ആഞ്ഞിടിച്ചെങ്കിലും അയാൾക്കൊരു അനക്കവുമില്ല. സ്റ്റീവൻ വീണ്ടും ഇടിച്ചു. സ്റ്റീവൻ പിന്നെ ഇടിക്കുകയാണ്, പറ ഇടിക്കുകയാണ്. സ്റ്റീവൻ ഏകദേശം ഒരു 2-3 മിനിറ്റ് ആ മനുഷ്യന്റെ മുതുകിൽ ആഞ്ഞാഞ്ഞ് ഇടിച്ചിട്ടും അയാൾക്ക് ഒരു അനക്കവുമില്ല. അയാൾ അപ്പോഴെല്ലാം ആ പൊരിച്ച ആടിനെ കടിച്ചു തിന്നുകൊണ്ടിരിക്കുകയാണ്. കഥയുടെ ഈ ഭാഗം ഞാനിവിടെ അവസാനിപ്പിക്കുന്നു. അടുത്ത ഭാഗവുമായി അടുത്ത ദിവസം നമുക്ക് വീണ്ടും കാണാം. ഇതുവരെ ഡസൻ ഡൈസിന്റെ കഥ നിങ്ങളോട് പറഞ്ഞത് എം ലൈഫിൽ നിന്ന് BS ചന്ദ്രമോഹൻ. കമന്റുകൾ ചെയ്യണം. താങ്ക് യു.